ഓക്കെ, ഹായ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 മാത്സിലെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് അല്ലേ, മാത്സിലെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു? മെട്രിസസ്. ഓക്കെ, മെട്രിസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ +2 ആസ് എ ഹോൾ നമ്മൾ മൊത്തം എടുക്കുന്ന സമയത്ത് ഏറ്റവും എളുപ്പം ഈസി ആയിട്ട് വരുന്ന ചാപ്റ്ററുകളിൽ ഒന്നാണെന്ന് മെട്രിക്സ്. ഓക്കെ, ഇതൊരു പുതിയൊരു കൺസെപ്റ്റാണ്, നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത ഒരു പുതിയൊരു കൺസെപ്റ്റാണ് മെട്രിക്സ്. ഓക്കെ, ഇപ്പൊ മെട്രിക്സ് എന്ന് പറയുന്നതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ മാത്തമാറ്റിക്കലി അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിനകത്ത് നമ്മളിപ്പോ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വലിയൊരു സം സോർട്ട് ഓഫ് പ്രോബ്ലം. ആ പ്രോബ്ലം എന്താണെന്നുള്ളത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഓക്കെ, അപ്പൊ ആ പ്രോബ്ലം ചിലപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് അല്ലെങ്കിൽ ഒരുപാട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസിനകത്ത് സിംപിളി മെട്രിക്സ് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആസ് എ സിമ്പിൾ ടൂൾ എന്ന പോലെ നമുക്ക് മെട്രിക്സ് വെച്ചിട്ട് അതിന്റെ ആൻസർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ അവിടെയൊക്കെയാണ് ശരിക്കും മെട്രിക്സിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ, സ്റ്റിൽ ഏതൊക്കെയാണ് പ്രോബ്ലം എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഓക്കെ, പോകെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഈ മെട്രിക്സിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കേവലം മാത്സിന് മാത്രമല്ല, ഇപ്പോ വെദർ എനി സയൻസ്, ഫിസിക്സ് കെമിസ്ട്രി എടുക്കുന്ന സമയത്ത്, എഞ്ചിനീയറിംഗ് എടുക്കുന്ന സമയത്ത്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, സോഷ്യോളജി, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ വൈഡാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ. ഓക്കെ, ഇനി നിങ്ങൾ ഡിഗ്രി ലെവലിലേക്ക് പോകും തോറും മാത്സ് സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്ന ഏതൊരു കോഴ്സിൽ നമുക്ക് എന്ത് വരും? മെട്രിക്സസ് തരും. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ +2 പഠിക്കാനുള്ളൂ. എന്താണ് മെട്രിക്സ്? ഒരു മെട്രിക്സ് എങ്ങനെയാണ് എഴുതുന്നത്? അതിനെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എത്ര തരം മെട്രിക്സുകളുണ്ട്? മെട്രിക്സുകളുടെ ഓപ്പറേഷൻ. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെട്രിക്സിനകത്ത് നമ്മുടെ +2 നമുക്ക് പഠിക്കാറുള്ളത്. ഓക്കെ, ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളിൽ ഒന്നായിരിക്കുന്നത് മെട്രിക്സ്. ഓക്കെ, അപ്പൊ എന്താണ് മെട്രിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ വാട്ട് ഈസ് എ മെട്രിക്സ്? ഓക്കെ, ഈ മെട്രിക്സ് എന്നുള്ള ടേം നിങ്ങൾ ചിലപ്പോ വേറെ ബയോളജി കേട്ടിട്ടുണ്ടാവും. മെട്രിക്സ് ഒരു എന്താ പറയുക, ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് രീതിയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. മെട്രിക്സ് കളക്ഷൻ എന്നൊക്കെ ഒരു മീനിങ് വരുന്ന വാക്കാണ് മെട്രിക്സ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ മെട്രിക്സ് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ rectangular array of numbers or functions in rows and columns. ഓക്കെ, എന്താണ് മെട്രിക്സ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ആണത്. മെട്രിക്സ് is just a rectangular array of numbers or functions which is represented in rows or columns. ഓക്കെ, ഇപ്പൊ ശ്രദ്ധിക്കുക, ഇപ്പൊ ഞാൻ അറേഞ്ച്മെന്റ് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഇപ്പൊ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്പേഴ്സിന്റെയോ ഫംഗ്ഷനുകളുടെയോ അറേഞ്ച്മെന്റ് ആണ്. എന്ത് ടൈപ്പ് അറേഞ്ച്മെന്റ് ആണ്? റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ്. റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് അറേഞ്ച്മെന്റ് വിൽ ലുക്ക് ലൈക്ക് എ റെക്ടാങ്കിളിന്റെ ഷേപ്പ് പോലെ ആയിരിക്കും അറേഞ്ച്മെന്റ് ഉണ്ടാവും അല്ലെ. ആൻഡ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ദ നമ്പേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. റോ മീൻസ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് നമ്മൾ റോസ് എന്ന് വിളിക്കുക അല്ലെ. വെർട്ടിക്കൽ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് നമ്മൾ കോളം എന്ന് വിളിക്കുക. ഓക്കെ, സോ ദിസ് ഇസ് എ ബേസിക് ഡെഫിനേഷൻ ഫോർ മെട്രിക്സ്. ഓക്കെ, ഇപ്പൊ ഒരു ജനറൽ ഒരു മെട്രിക്സ് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. ഓക്കെ, ശ്രദ്ധിക്കാം. സോ ദിസ് ഇസ് മൈ സിമ്പിളിലേക്ക് കടക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കാം. സോ സം സോർട്ട് ഓഫ് നമ്പേഴ്സ് ഞാൻ എഴുതി കേട്ടോ. ഇവിടെ നോക്കിയേ, 2 3 4 5 6 7 8 9 10 2 5 8 3 6 9 4 7 10. ഓക്കെ, 2 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, ആൻഡ് ദേ ആർ സംഹൗ അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. റോയിലും കോളത്തിലുമായിട്ടാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എന്റെ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ rectangular array of numbers or functions in rows and columns. Okay, so in order to get that a rectangular ന്റെ ഒരു ഫീൽ നമുക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കാം. ഓക്കെ, now you get the shape of rectangle അല്ലേ, rectangle ഒരു ഷേപ്പ് എനിക്ക് കിട്ടും. ഓക്കെ, so this is nothing but a typical matrix looks like. ഓക്കെ, അപ്പൊ ഒരു മെട്രിക്സ് എങ്ങനെയുണ്ടാവും? ഇതിനകത്തുള്ള
ആൾക്കാരുണ്ടാവും, നമ്പേഴ്സ് ആവാം, ഫംഗ്ഷൻസ് ആവാം. ഓക്കെ, ദേ ആർ അറേഞ്ച്ഡ് ഇൻ റോസ്. ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് വിളിക്കുക റോസ് എന്ന് വിളിക്കുക, അല്ലെ? വെർട്ടിക്കൽ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് നമ്മൾ എന്ത് വിളിക്കുക? കോളംസ് എന്ന് വിളിക്കുക. ഓക്കെ, റോസ് ആൻഡ് കോളംസ്. ഫൈൻ, യെസ്. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ സെറ്റ്സ് ഒക്കെ പഠിച്ച സമയത്ത്, അല്ലെ? സെറ്റ്സ് പഠിച്ച ഓർമ്മയുണ്ട്? ഇവിടെയും കളക്ഷൻ ആയിരുന്നു, വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്, അല്ലെ? നമ്മൾ സെറ്റ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ സെറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വി ആർ യൂസിങ് ക്യാപിറ്റൽ ലെറ്റർ. ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഓരോ സെറ്റിനെയും റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെ? സിമിലർലി ഇവിടെ മെട്രിക്സ് എടുക്കുമ്പോഴും മെട്രിക്സിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് യൂസിങ് ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ, ഇതിന്റെ മെട്രിക്സ് ആണ് എങ്കിൽ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ എ. മെട്രിക്സ് എ ഈക്വൽ ടു 2 3 4 5 6 7 8 9. ഓക്കെ, എന്താണ് മെട്രിക്സ്? ഒരു മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ. ഇതൊക്കെ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഓക്കെ, ഓർഡർ ഓഫ് എ മെട്രിക്സ്. നമുക്ക് പഠിക്കാനുള്ള ഒരു ടേം ആണ് എന്ത്? ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഓക്കെ, ഇപ്പോൾ മെട്രിക്സിന്റെ ഓർഡർ എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കാം. ഇഫ് എ മെട്രിക്സ് ഇസ് ഹാവിംഗ് m number of rows and n number of columns. ഓക്കെ, എന്റെ ഒരു മെട്രിക്സില് m നമ്പർ ഓഫ് റോസും n നമ്പർ ഓഫ് കോളംസും ആണ് എങ്കിൽ ആ മെട്രിക്സിന്റെ ഓർഡർ ഈസ് ഗിവൺ ആസ് m by n. ഓക്കെ, m ക്രോസ് n അല്ല, we read it as m by n. ഇങ്ങനെ വേണം വായിക്കാൻ. ഓക്കെ, ഒരു മെട്രിക്സിന് m നമ്പർ ഓഫ് കോളംസും റോസും n നമ്പർ ഓഫ് കോളംസും ഉണ്ട് എങ്കിൽ ആ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? m by n. ഓക്കെ, ഈ ഒരു ടിപ്പിക്കൽ മെട്രിക്സ് എടുത്തു, അല്ലെ? ഈ മെട്രിക്സിനകത്ത് എത്ര റോസ് ഉണ്ട്? ഓക്കെ, ദിസ് ഈസ് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, അല്ലെ? ദാറ്റ് ഈസ് m എന്ന് പറയുന്ന നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, നൗ വാട്ട് ഈസ് ദി നമ്പർ ഓഫ് കോളംസ്? അല്ലെ, ഇവിടെ നോക്കുക, 1 2 3, 3 കോളംസ് ഉണ്ട്, അല്ലെ? ദാറ്റ് ഈസ് നമ്പർ ഓഫ് കോളംസ് ഈസ് ഈക്വൽ ടു 3. സോ നമ്പർ ഓഫ് റോസ് 3, നമ്പർ ഓഫ് കോളംസ് 3 ആണെങ്കിൽ ഈ മെട്രിക്സിന്റെ ഓർഡർ വിൽ ബി 3 by 3 ആൻഡ് അത് നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ബോട്ടം റൈറ്റ് കോർണറിലാണ്. ഓക്കെ, 3 by 3 മെട്രിക്സ്. ഓക്കെ, ഞാൻ വേറൊരു മെട്രിക്സ് ഞാൻ എഴുതാം. മെട്രിക്സ് ഈക്വൽ ടു 10 -1 2 3 5 0. ഓക്കെ, ഇതാണ് എന്റെ മെട്രിക്സ്. ഇവിടെ നോക്കുക, കുറച്ച് നമ്പേഴ്സ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദീസ് നമ്പേഴ്സ് ആർ ഇൻ റോസിലും കോളംസിലും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് that matrix is represented with a capital letter A. And ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ മെട്രിക്സിനകത്തുള്ള ആൾക്കാർ, അല്ലെ? ഇവിടെ ഏതൊക്കെ? 10 -1 2 3 5 0. ഓക്കെ, ഇത്രയും ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? എലമെന്റ്സ് ഓഫ് എ മെട്രിക്സ്. എലമെന്റ്സ് ഓഫ് എ മെട്രിക്സ്. ജസ്റ്റ് ലൈക്ക് നിങ്ങൾ സെറ്റ്സിനകത്ത് 2 3 4 5 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2 3 4 ആർ എലമെന്റ്സ് ഓഫ് സെറ്റ് ബി എന്ന് പറയുന്നില്ലേ? Just like that, 10 -1 2 3 5 0 are the elements of matrix A. Okay, ശ്രദ്ധിക്കുക, we are discussing order. ഓർഡറിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ ഒരു ടിപ്പിക്കൽ മെട്രിക്സിന്റെ ഓർഡർ എത്രയായിരിക്കും? ഓക്കെ, ഈ മെട്രിക്സിന് എത്ര റോസ് ഉണ്ട്? യെസ്, ദിസ് ഈസ് മൈ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, അല്ലെ? എത്ര കോളംസ്? ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, അല്ലെ? സോ ഈ ഒരു ടിപ്പിക്കൽ മെട്രിക്സിന്റെ ഓർഡർ വിൽ ബി 3 by 2. ഓക്കെ, ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഒരിക്കലും 3 cross 2 എന്ന് പ്രൊനൗൺസ് ചെയ്യരുത്. നമ്മൾ എങ്ങനെ വായിക്കാം? 3 by 2. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് മെട്രിക്സ്, മെട്രിക്സിന്റെ റെപ്രസെന്റേഷൻ, മെട്രിക്സിന്റെ ഓർഡർ. ഓക്കെ, ഇനി നമുക്കൊരു മെട്രിക്സിന്റെ ജനറൽ റെപ്രസെന്റേഷൻ എങ്ങനെ വരും നോക്കാം. ഓക്കെ, okay, so I'm considering a m
by n matrix. Okay, m by n matrix എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? Matrix having m number of rows and n number of columns. Okay, ശ്രദ്ധിക്കുക, m by n matrix എഴുതാണ്. ശ്രദ്ധിക്കുക കേട്ടോ, ജനറൽ റെപ്രസെന്റേഷൻ ആണ്. ഞാനൊരു ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു. ഓക്കെ, ശ്രദ്ധിക്കുക. സോ ദിസ് വിൽ ബി മൈ ഫസ്റ്റ് റോ അല്ലെ. ഫസ്റ്റ് റോയ്ക്കകത്ത് ശ്രദ്ധിക്കുക, ഇവിടെ എഴുതുന്ന ആള് അല്ലെ, ദിസ് എലമെന്റ് വിൽ ബി എ. ഞാൻ സ്മോൾ ലെറ്റർ എഴുതുന്നത് അല്ലെ. ആൻഡ് ദിസ് എലമെന്റ് വിൽ കറസ്പോണ്ട് ടു ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ വരുന്ന എലമെന്റ് ആയിരിക്കും എന്ത് വരിക, ഇവിടെ കൊടുത്തിരിക്കുക അല്ലെ. തൊട്ടിപ്പുറത്ത് എന്തായിരിക്കും വരിക? ദിസ് ഈസ് ഫസ്റ്റ് റോ തന്നെയാണ് അല്ലെ. ഫസ്റ്റ് റോയിൽ യെസ്, എത്രാമത്തെ കോളം ആയത്? രണ്ടാമത്തെ കോളം അല്ലെ. ദിസ് വിൽ ബി മൈ ഫസ്റ്റ് കോളം, ദിസ് വിൽ ബി മൈ സെക്കൻഡ് കോളം. ഓക്കെ, സോ ഇവിടെ ഓക്കുപ്പൈ ചെയ്യുന്ന എലമെന്റിന്റെ സ്പേസ് എന്തായിരിക്കും? ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിൽ വരുന്ന എലമെന്റ് ആയിരിക്കും ഇത് വരിക, ഇവിടെ A12 അല്ലെ. സിമിലർലി A13, A14 എക്സെട്ര അപ് ടു ലാസ്റ്റ് എത്ര വരെ വരും? യെസ്, എത്ര നമ്പർ ഓഫ് കോളംസ് ആണ് നമുക്കുള്ളത്? ഇതിന്റെ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത് കോളം, പോകെ ലാസ്റ്റ് എത്ര കോളംസ് ഉണ്ട്? n number of columns അല്ലെ. സോ ലാസ്റ്റ് ടൈം ഹിയർ വിൽ ബി A1n അല്ലെ. യെസ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ സെക്കൻഡ് റോയിലത്തെ ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? യെസ്, എ എന്ന് പറയുന്ന എലമെന്റ് അല്ലെ. ആൻഡ് എ എന്ന് പറയുന്ന എലമെന്റ് ഡിനോട്ട്സ് സെക്കൻഡ് റോയിലെ അല്ലെ, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിൽ വരുന്ന എലമെന്റ് അല്ലെ. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളം A21. ഓക്കെ, നൗ ഹിയർ ഇവിടെയുള്ള ആളെ നമ്മൾ എന്താ വിളിക്കുക? എ. ഇവിടെ നോക്കുക, ഏതാ റോ? സെക്കൻഡ് റോ, കോളം സെക്കൻഡ് കോളം, ദാറ്റ് ഈസ് A22, A23 etc. up to last one will be A2n. Similarly നമുക്ക് എന്ത് എഴുതാം? A31 എഴുതാം, A32, A33 etc. up to last A3n. Okay, ഇങ്ങനെ പോയി how many rows are there? എത്ര റോസ് ഉണ്ടാവും? m number of rows അല്ലെ. ഇതിനെ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഫോർത്ത് റോ, ഇങ്ങനെ പോയി ലാസ്റ്റ് ഫാസ്റ്റ് റോ എന്തായിരിക്കും? mth റോ അല്ലെ. അപ്പൊ mth റോയുടെ ഫസ്റ്റ് എലമെന്റ് എന്ത് വരും? AM1 അല്ലെ. ഹിയർ ഇറ്റ് വിൽ ബി AM2 അല്ലെ. mth റോയിലെ രണ്ടാമത്തെ കോളത്തിൽ വരുന്ന എലമെന്റ് ആണ് ആര്? AM2. ഓക്കെ, AM3 and last one will be AM10. ക്ലിയർ ആവുന്നുണ്ടോ? ദിസ് ഈസ് മൈ mth റോ, ദിസ് ഈസ് മൈ nth കോളം. രണ്ടിന്റെയും കൺവേർജൻസിൽ വരുന്ന ആളാണ് ആര്? AMN. ഓക്കെ, ഫൈൻ. യെസ്, അപ്പോ ജസ്റ്റ് ഒരു മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഒരു മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കൺസിഡറിങ് ith റോ ആൻഡ് jth കോളം. ഓക്കെ, റോ നമ്പർ I and column number J. Row number I and column number J. And such a way that ഈ I ഉം J ഉം it is in between. ഇപ്പൊ ഈ റോ എടുക്കുന്ന സമയത്ത് എത്ര റോസ് ഉണ്ട്? 1, 2, 3 up to m വരെ ഉണ്ട് അല്ലെ. And this I value lies between 1 and m. ഓക്കെ, അതുപോലെ ഈ jth കോളം എത്ര J ഉണ്ട്? യെസ്, സോറി, എത്ര കോളംസ് ഉണ്ട്? 1, 2, 3 up to n കോളംസ് ഉണ്ട്. And this J value represents some value between 1 അല്ലെ to n. 1 മുതൽ n വരെയുള്ള ഏതെങ്കിലും ഒരു കോളത്തിലുള്ള ആളാണ് J. ഓക്കെ, ശ്രദ്ധിക്കാം. യെസ്, ഇവിടെ ഞാനൊരു പോയിന്റ് എടുക്കുകയാണ്. A1J. ഓക്കെ, ഫസ്റ്റ് റോയിലെ jth കോളത്തിലെ എലമെന്റ്. ഓക്കെ, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് മൈ ith റോ, ദാറ്റ് ഈസ് I1, AI1 അല്ലെ. ഇങ്ങനെ പോകുമ്പോ AI2 വരും, AI3 വരും, യെസ്, AI4 വരും അല്ലെ. കറസ്പോണ്ടിങ് jth കോളത്തുമ്പോ വാട്ട് വിൽ ബി മൈ എലമെന്റ്? ശ്രദ്ധിക്കുക, ഇവിടെ വരുന്ന എലമെന്റ് എന്താ വരിക? ദിസ് ഈസ് മൈ ഏത് റോയാണ്? ith റോയാണ് അല്ലെ. ആൻഡ് ദിസ് ഈസ് മൈ എത്രാമത്തെ കോളമാണ്? jth കോളം. ഓക്കെ, സോ വാട്ട് വിൽ ബി മൈ എലമെന്റ് ഹിയർ? AI1
ജെ. ഓക്കെ, സോ ഒരു മെട്രിക്സിലെ എലമെന്റുകൾ, ആ മെട്രിക്സിനകത്തുള്ള എലമെന്റുകളെ ജനറലി റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് എ ഐ ജെ. ഓക്കെ, സോ ദാറ്റ് മെട്രിക്സ് എ ഇസ് ഡിഫൈൻഡ് ആസ് എ ഐ ജെ സച്ച് ദാറ്റ് എന്ത് കൊടുക്കണം, അതിന്റെ ഓർഡർ കൊടുക്കണം അല്ലെ. ഈ മെട്രിക്സിന്റെ ഓർഡർ എത്ര വരാം? നമ്പർ ഓഫ് റോസ് ഈസ് എം, നമ്പർ ഓഫ് കോളംസ് ഈസ് എൻ, സോ മൈ ഓർഡർ ഈസ് എം ക്രോസ് എൻ. ഓക്കെ, ഇങ്ങനെയാണ് ഒരു മെട്രിക്സിന്റെ എസ് എലമെന്റ് വെച്ചിട്ടുള്ള ജനറൽ റെപ്രസെന്റേഷൻ. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു ടൈപ്സ് ഓഫ് മെട്രിക്സസ്. ഓക്കെ, നമുക്ക് കുറച്ച് മെട്രിക്സുകളുടെ ടൈപ്പ് പഠിക്കാനുണ്ട്. യെസ്, അപ്പൊ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് കോളം മെട്രിക്സ്. കോളം മെട്രിക്സ്. ഓക്കെ, ഇപ്പൊ നെയിം ഇറ്റ്സെൽഫ് സജസ്റ്റ് എന്താ കോളം മെട്രിക്സ് എന്താന്നുള്ളത് ആ വാക്യത്തിൽ തന്നെയുണ്ട്. ഓക്കെ, ഇപ്പൊ കോളം മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സസ് ഹാവിംഗ് എ സിംഗിൾ കോളം. ഓക്കെ, ഒരു സിംഗിൾ കോളം മാത്രമുള്ള മെട്രിക്സുകളെ നമ്മൾ എന്ത് വിളിക്കുക? കോളം മെട്രിക്സസ് എന്ന് വിളിക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ എഴുതാണ് 1 3 2 അല്ലെങ്കിൽ 1 4 0 -1. അതും അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ 2 0. ഓക്കെ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? യെസ്, കോളം മെട്രിക്സ് എക്സാമ്പിൾ ആണ്. സിംപ്ലി 1 അല്ലെങ്കിൽ സിംപ്ലി 10 എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? യെസ്, കോളം മെട്രിക്സിന്റെ എക്സാമ്പിൾ അല്ലെ. ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് വി ആർ ഓൺലി ഹാവിംഗ് സിംഗിൾ കോളം അല്ലെ. ഇവിടെ എത്ര റോസ് ഉണ്ട്? ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, 3 റോസ് ഉണ്ട് അല്ലെ. ആൻഡ് വാട്ട് ഈസ് മൈ കോളം? നമ്പർ ഓഫ് കോളംസ് ഇസ് 1. ഇതിന്റെ ഓർഡർ എത്ര വരും? 3/1. യെസ്, ഇവിടെ നോക്കിയേ എത്ര റോസ് ഉണ്ട്? 1 2 3 4 റോസ് ഉണ്ട് അല്ലെ. ബട്ട് സ്റ്റിൽ നമ്പർ ഓഫ് കോളംസ് ഇസ് 1. 4/1 അല്ലെ. 2 0 എത്ര റോസ് ഉണ്ട്? 2 റോസ്. സ്റ്റിൽ കോളം ഈസ് ഓൺലി 1. 2/1 and is 1/1. ഓക്കെ, സോ ഒരു കോളം മെട്രിക്സ് എന്ന് പറഞ്ഞത് സിമ്പിൾ ആണ്. എന്താ? മെട്രിക്സസ് ഹാവിംഗ് ഓൺലി 1 എന്ത് കോളം, ഒറ്റ കോളം മാത്രമുള്ള മെട്രിക്സുകൾ നമ്മൾ വിളിക്കും കോളം മെട്രിക്സ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ആളാണ് റോ മെട്രിക്സ് അല്ലെ. നമ്മൾ കോളം മെട്രിക്സ് പഠിച്ചതിന് അടുത്ത ആളാരാ? റോ മെട്രിക്സ്. ഓക്കെ, ഹൗ? യെസ്, കോളം മെട്രിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ റോ മെട്രിക്സ് എളുപ്പമാണ് അല്ലെ. കോളം മെട്രിക്സ് ഞാൻ പറഞ്ഞു ഓൺലി ഹാവിംഗ് 1 സിംഗിൾ കോളം ആണ് കോളം മെട്രിക്സ്. സോ വാട്ട് വിൽ ബി മൈ റോ മെട്രിക്സ് അല്ലെ. മെട്രിക്സസ് ഹാവിംഗ് ഓൺലി 1 റോ, ഒറ്റ റോ മാത്രമുള്ള മെട്രിക്സുകളെ നമ്മൾ എന്ത് വിളിക്കുക? റോ മെട്രിക്സസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ 2 3 2 3 4 A B C D E -1 0. ഓക്കെ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? റോ മെട്രിക്സിന് എക്സാമ്പിൾ അല്ലെ. ഇവിടെ നോക്കിയേ, ഇവിടെ എത്ര റോ ഉണ്ട്? ഒറ്റ റോ ഉള്ളൂ. ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള അറേഞ്ച്മെന്റിനെ നമ്മൾ റോ എന്ന് വിളിക്കുക അല്ലെ. ഇവിടെ നോക്കിയേ, ഇതൊക്കെ ഒറ്റ ഹൊറിസോണ്ടൽ ഒറ്റ ലൈനിൽ കിടക്കുന്ന നമ്പേഴ്സ് ആണ്. 2 3 4 അല്ലെ. നമ്പർ ഓഫ് റോസ് ഇസ് 1. അറ്റ് ദ സെയിം ടൈം നമ്പർ ഓഫ് കോളംസ് എത്ര വരും? വെർട്ടിക്കൽ അറേഞ്ച്മെന്റിനെ നമ്മൾ കോളം എന്ന് വിളിക്കുക അല്ലെ. 2 വരുന്നത് ഒരു കോളം, 3 സെക്കൻഡ്, 4 തേർഡ് അല്ലെ. സോ വാട്ട് വിൽ ബി ഓർഡർ? 1/3. നമ്പർ ഓഫ് റോസ് 1. ആൻഡ് ഹിയർ 1 2 3 4 5 കോളംസ് ഉണ്ട് അല്ലെ. ആൻഡ് ഓൺലി സിംഗിൾ ഒറ്റ റോയേ ഉള്ളൂ. സോ വാട്ട് വിൽ ബി മൈ മെട്രിക്സിന്റെ ഓർഡർ? 1/5. ഓക്കെ, -1 0 ആണെങ്കിൽ യെസ്, ഹിയർ ഓൾസോ നമ്പർ ഓഫ് കോളംസ് ഈസ് 2. നമ്പർ ഓഫ് റോസ് ഈസ് ഓൺലി 1 അല്ലെ. അപ്പൊ ഇവിടെ മെട്രിക്സിന്റെ ഓർഡർ വിൽ ബി 1/2. ഓക്കെ, സോ ഹോപ്പ് എന്താണ് റോ മെട്രിക്സ്, എന്താണ് കോളം മെട്രിക്സ് എന്നതിനെ പറ്റി നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ കോളം മെട്രിക്സ് ഇസ് ഹാവിംഗ് ഓൺലി 1 column is called a column matrix. Matrix is having only one single row മാത്രമുള്ള മെട്രിക്സുകളെ നമ്മൾ വിളിക്കും റോ മെട്രിക്സ് എന്ന് വിളിക്കും. ഓക്കെ, നൗ അടുത്ത ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ്
നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇസ് റെക്ടാങ്കുലർ മെട്രിക്സ്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണത് റെക്ടാങ്കുലർ മെട്രിക്സ്. So before that we will discuss square matrix. Square matrix കഴിഞ്ഞിട്ട് നമുക്ക് rectangle എടുക്കാം കേട്ടോ. So third one is square matrix. Okay, you know what is matrix? Matrix എന്താണെന്ന് നമുക്കറിയാം. Horizontal arrangement of numbers and functions within rows or columns. അതാണ് എന്ത് എന്റെ മെട്രിക്സ് അല്ലേ. What do you mean by square? Square means എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ട് വരുന്ന ആൾക്കാരെ നമ്മൾ സ്ക്വയർ എന്ന് വിളിക്കും അല്ലെ. ഫോർ സൈഡ് ഫിഗർ ആണ്. ഓക്കെ, ഫോർ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ഇത്ര ജോമെട്രി നമ്മൾ എന്ത് വിളിക്കും? യെസ്, ഫോർ സൈഡ്സും ഈക്വൽ ആയിട്ട് വരുന്ന ആളെ റെക്ടാങ്കിളിനെ നമ്മൾ എന്താ വിളിക്കുക? സ്ക്വയർ. ഓക്കെ, സോ ഹിയർ ഓൾസോ സംവാട്ട് സിമിലർ ആണ് സ്ക്വയർ മെട്രിക്സ്. ഓക്കെ, സ്ക്വയർ മെട്രിക്സ് ആണുള്ള കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, എം ഷുഡ് ബി ഈക്വൽ ടു എൻ. എമ്മും എന്നും എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. എം എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് റോസ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് 2x2 മെട്രിക്സ്, 3x3 മെട്രിക്സ്, 1x1 മെട്രിക്സ്, 4x4 മെട്രിക്സ് അല്ലെ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? സ്ക്വയർ മെട്രിക്സ് എക്സാമ്പിൾ. ഫോർ 2x2 മെട്രിക്സ് എങ്ങനെ എഴുതാം? 2 0 1 -1 അല്ലെ. ഒരു 3x3 മെട്രിക്സ് ആണെങ്കിൽ 3 0 1 -1 10 9 5 7 100. എന്ത് മെട്രിക്സ് ആണ്? 3x3 മെട്രിക്സ് ആണ്. ഓക്കെ, നോക്കിയേ, ഇവിടെ നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളംസ് ഈക്വൽ, ഇവിടെയും നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളംസ് ഈക്വൽ അല്ലെ. അപ്പൊ അത്തരം മെട്രിക്സുകൾ നമ്മൾ എന്താ വിളിക്കുക? സ്ക്വയർ മെട്രിക്സ് എന്ന് വിളിക്കും. ഓക്കെ, നമ്മൾ ഇങ്ങനെ സ്ക്വയർ മെട്രിക്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാം, സ്ക്വയർ മെട്രിക്സിന്റെ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഡയഗണൽ ആണ്. ഡയഗണൽ ഓഫ് എ സ്ക്വയർ മെട്രിക്സ്. ഓക്കെ, ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഡയഗണൽ അല്ലെ. ഒരു സ്ക്വയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം ഇങ്ങനെയും വരയ്ക്കാം, ഡയഗണൽ. ഓക്കെ, പക്ഷെ മെട്രിക്സിന്റെ കേസിനകത്ത് നിങ്ങൾ ഒറ്റ ഈ ഒരു ഓറിയന്റേഷൻ ഉള്ള ആൾക്കാർ മാത്രമേ എന്തെങ്കിലും എടുത്താൽ മതി, ഡയഗണൽ ആയിട്ട് കൺസിഡർ ചെയ്താൽ. ഓക്കെ, ഇവിടെ നോക്കി, ഈ ഒരു പർട്ടിക്കുലർ മെട്രിക്സ് എടുക്കുന്ന സമയത്ത് ദിസ് ഈസ് മൈ ഡയഗണൽ അല്ലെ. ഈ ഒരു മെട്രിക്സ് എടുക്കുന്ന സമയത്ത് എന്താണ് ഡയഗണൽ? ദിസ് ഈസ് മൈ ഡയഗണൽ. ഓക്കെ, ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സ്ക്വയർ മെട്രിക്സിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് ഓൺലി ഇൻ ദിസ് ഡയറക്ഷൻ ആണ്. ഓക്കെ, ഫൈൻ. സോ ഒരു മെട്രിക്സിന്റെ ഡയഗണൽ എന്താണെന്നുള്ളത് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഈ ഡയഗണലിൽ വരുന്ന എലമെന്റുകളെ നമ്മൾ എന്ത് വിളിക്കുക? ഡയഗണൽ എലമെന്റ്സ്. ഓക്കെ, പിയർ മെട്രിക്സ് A is equal to 2 0 1 -1 അല്ലെ. ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഏതൊക്കെയാണ്? 2 -1. ഓക്കെ, ഇവിടെ മെട്രിക്സ് B is equal to this 3x3 മെട്രിക്സ് അല്ലെ. ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഏതൊക്കെയാണ്? 3 10 100. Fine. Okay, now we can move to our next classification. Okay, ശ്രദ്ധിക്കുക, ഇനി അടുത്ത പറയാൻ പോകുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ്ഡിവിഷൻ ഓഫ് സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സിന്റെ ഒരു വകഭേദമാണ് എന്ത് അടുത്ത് വരുന്ന ആള്, ദാറ്റ് ഈസ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ്. ഓക്കെ, ഇപ്പൊ ഡയഗണൽ മെട്രിക്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി it is a square matrix. ഓക്കെ, ഇപ്പൊ ഡയഗണൽ മെട്രിക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഇനി എന്താ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കും, ഡയഗണൽ എന്താന്ന് ഞാൻ പറഞ്ഞു, ഡയഗണൽ എലമെന്റ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പൊ ഡയഗണൽ മെട്രിക്സിനകത്ത് യെസ്, ആ സ്ക്വയർ മെട്രിക്സിലെ ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ബാക്കി എല്ലാവരും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കാം, this 2 0 0 0 -1 4 0 0 0 10. Okay, so we are considering this matrix. കേട്ടോ, ഇത് എന്ത് മെട്രിക്സ് ആണ്? മീൻസ് ഇതിന്റെ ഓർഡർ എത്രയാണ്? നമ്പർ ഓഫ് റോസ് ഇസ് 3, നമ്പർ ഓഫ് കോളംസ് ഇസ് 3. സോ ദിസ് ഇസ് എ 3x3 മെട്രിക്സ്. നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ആയതുകൊണ്ട് ഇത് എന്ത് മെട്രിക്സ് ആണ്? സ്ക്വയർ മെട്രിക്സ് ആണ്. ഓക്കെ, ഓക്കെ, ഇനി എന്താണ് ഡയഗണൽ മെട്രിക്സ് എന്താണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്ന ആള് ഇറ്റ് വിൽ ബി ഓൾവേസ് എ സ്ക്വയർ മെട്രിക്സ്. യെസ്, ഇനി എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഈ സ്ക്വയർ മെട്രിക്സിന് ഡയഗണൽ എലമെന്റ്സ് നോക്കാം. ഡയഗണൽ എലമെന്റ്സ് ഇസ് 2 -1 10 അല്ലെ. അപ്പാർട്ട് ഫ്രം ദിസ്, ഈ ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ബാക്കി എല്ലാ എലമെന്റുകളും എന്താണ്? 0 ആണ് അല്ലെ. ഇവിടെ നോക്കി, this one is 0, this one is 0, this one is 0,
ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ബാക്കി എല്ലാ ആൾക്കാരും എന്താണ്? സീറോ ആണ്. ഫോർ എക്സാമ്പിൾ 1 0 -1 1 0 0 2. ഹിയർ ഓൾസോ ഇത് എന്ത് മെട്രിക്സ് ആണ്? ഇറ്റ് ഇസ് എ 2x2 മെട്രിക്സ് അല്ലെ? 2 റോസും 2 കോളംസും ഉള്ള 2x2 മെട്രിക്സ്. ഇറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ സ്ക്വയർ മെട്രിക്സ് ആണ്. ഓക്കെ, നൗ വെദർ ഇറ്റ് ഇസ് എ ഡയമെട്രിക്സ് ഓർ നോട്ട്, ഡയഗണൽ മെട്രിക്സ് ആണോ അല്ലയോ നോക്കിയേ. ഇതിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് ഇയാളാണ് അല്ലെ? ഡയഗണൽ എലമെന്റ്സ് ഇസ് 1 2. ഓക്കെ, ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ബാക്കി എല്ലാ ആൾക്കാരും സീറോ ആണല്ലോ അല്ലെ? ഇയാൾ സീറോ ആണ്, ഇയാൾ സീറോ ആണ്. ടോട്ടൽ 4 എലമെന്റ്സ് ഡയഗണൽ എലമെന്റ്സ് 1 2 ആണ്, ബാക്കി രണ്ടുപേരും എന്താണ്? സീറോ. ഓക്കെ, ഇത്തരം മെട്രിക്സുകളെ നമ്മൾ എന്ത് വിളിക്കുക? ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കുക. ഓക്കെ, നൗ അടുത്ത ടൈപ്പ് മെട്രിക്സ് ആണത് സ്കെയിലാർ മെട്രിക്സ്, വിച്ച് ഇസ് എ ടൈപ്പ് ഓഫ് ഡയഗണൽ മെട്രിക്സ്. ഓക്കെ, അടുത്ത ആളാണ് സ്കെയിലാർ മെട്രിക്സ്. ഓക്കെ, നൗ സേ ഡയഗണൽ മെട്രിക്സ് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഞാൻ 2 3 4 5 6 7 -1 1 0 -1 1 ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം. ഇതെന്ത് ടൈപ്പ് മെട്രിക്സ് ആണ്? നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയതുകൊണ്ട് 3x3 ആയതുകൊണ്ട് ദിസ് ഇസ് എ സ്ക്വയർ മെട്രിക്സ് അല്ലെ? ഇത് ഇനി ശ്രദ്ധിക്കാം. ഈ ഡയഗണൽ എലമെന്റ്സ് അല്ലെ? ഏതാ ഡയഗണൽ എലമെന്റ്സ്? This is my diagonals. These are my diagonals. 2 6 അല്ലെ? ഈ ഡയഗണൽസ് ഒക്കെ ബാക്കി എല്ലാ ആൾക്കാരും ഞാൻ സീറോ ആക്കി കേട്ടോ. ഇതെന്ത് മെട്രിക്സ് ആയി? സ്ക്വയർ മെട്രിക്സ് ആണ്. ഓക്കെ, ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ബാക്കി എല്ലാ ആൾക്കാരും സീറോ ആണെങ്കിൽ അത്തരം മെട്രിക്സ് നമ്മൾ എന്താ വിളിക്കുക? ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആരും പഠിക്കണ്ടേ? സ്ക്വയർ മെട്രിക്സ്, സോറി സ്കെയിലാർ മെട്രിക്സ്. ഓക്കെ, ഒരു സ്കെയിലാർ മെട്രിക്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. ഈ ഡയഗണൽ എലമെന്റ്സ് അല്ലെ? ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കുക 2 6 1. ഇഫ് ദീസ് ഡയഗണൽ എലമെന്റ്സ് ആർ ഓൾസോ സെയിം, ഡയഗണൽ എലമെന്റുകൾ സെയിം ആണ് എങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹിയർ ഇറ്റ് ഈസ് 2, ഇവിടെയും 2, ഇവിടെയും 2 കേട്ടോ. അപ്പൊ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ എന്താണ്? 2 ആണ്. ഓക്കെ, അത്തരം മെട്രിക്സുകളെ നമ്മൾ വിളിക്കുന്നത് സ്കെയിലാർ മെട്രിക്സ്. ഓക്കെ, so what is a scalar matrix എന്ന് വെച്ച് കഴിഞ്ഞാൽ scalar matrix is a diagonal matrix. ഇനി എന്താ പ്രത്യേകത? all its diagonal elements are same. ഓക്കെ, അത്തരം മെട്രിക്സുകൾ നമ്മൾ വിളിക്കാം സ്കെയിലാർ മെട്രിക്സ് എന്ന് വിളിക്കാം. ഓക്കെ, നൗ ലാസ്റ്റ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്, ലാസ്റ്റ് അല്ല, ഇതിന്റെ അടുത്ത ഒരു ടൈപ്പാണ് എന്ത്? ഐഡന്റിറ്റി മെട്രിക്സ്. കുറച്ചുകൂടി എളുപ്പമാണ്. ഓക്കെ, ഇവിടെ നോക്കിയേ, സ്ക്വയർ മെട്രിക്സ് സ്റ്റാർട്ട് ചെയ്തു. സ്ക്വയർ മെട്രിക്സ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് പഠിച്ചു, അവിടെ നിന്ന് ഇയാളെ പഠിച്ചു. ഇവിടെ നിന്ന് വേണം ഇയാളിലേക്ക് വരാൻ. ഓക്കെ, അപ്പൊ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് ഡയഗണൽ എലമെന്റ്സ് അല്ലെ? ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആണ് എങ്കിൽ, ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആണ് എങ്കിൽ അത്തരം മെട്രിക്സുകളെ നമ്മൾ വിളിക്കും, അത്തരം സ്കെയിലാർ മെട്രിക്സുകളെ നമ്മൾ വിളിക്കും ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, ഇപ്പൊ 3x3 ആണ് അല്ലെ? ഇപ്പൊ 2x2 മെട്രിക്സ് എടുക്കുകയാണ്. 2 4 10 5. സോ ദിസ് ഈസ് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും 2 ആണ്. 2x2 മെട്രിക്സ് ആണ്. ദിസ് ഇസ് സ്ക്വയർ മെട്രിക്സ് അല്ലെ? പിന്നീട് ഡയഗണൽ മെട്രിക്സ് ആവുന്ന കണ്ടീഷൻ എന്താ? ഇതാണ് എന്റെ ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ബാക്കി രണ്ടുപേരും സീറോ ആണ് എങ്കിൽ ഇറ്റ് ബിക്കംസ് എ ഡയഗണൽ മെട്രിക്സ്. ഓക്കെ, ഇനി അത് സ്കെയിലാർ ആവുന്ന കണ്ടീഷൻ എന്താ? യെസ്, ഇത് രണ്ടും ഈക്വൽ ആണ് എങ്കിൽ, it is a scalar matrix. Okay, ഇനി ഐഡന്റിറ്റി ആവുന്ന കണ്ടീഷൻ എന്താ? യെസ്, ഇത് രണ്ടും 1 ആണ് എങ്കിൽ we can say that they are identity matrix at the same time എന്തുമാണ്? സ്കെയിലാറും ആണ് കേട്ടോ. അപ്പൊ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ at the same time സ്കെയിലാർ മെട്രിക്സും ആണ്. യെസ്, ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, so that was our 6th type of matrix. Okay, now last matrix is zero matrix. ഓക്കെ, ഇത് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടല്ലോ. എല്ലാ എലിമെന്റുകളും ഓക്കെ, ഒരു സ്ക്വയർ മെട്രിക്സിനകത്തല്ല, എല്ലാ എലിമെന്റുകളും സീറോ ആണ് എങ്കിൽ, എല്ലാ എലിമെന്റ്സും സീറോ ആണെങ്കിൽ അത്തരം മെട്രിക്സുകളെ നമ്മൾ എന്ത് വിളിക്കും? യെസ്, സീറോ മെട്രിക്സ്, ഓർ വേറൊരു പേരാണ് നൾ മെട്രിക്സ്. ഓക്കെ, ഞാൻ പറഞ്ഞു എന്ത്? റെക്ടാങ്കുലർ മെട്രിക്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു
സ്ക്വയർ കഴിഞ്ഞിട്ട് നമുക്ക് റെക്ടാങ്കുലർ പറയാന്ന് പറഞ്ഞു. നമ്മുടെ സിലബസിലില്ല, അതുകൊണ്ടാണ് ഞാൻ മിസ്റ്റേക്ക് ആയത്. ഓക്കെ, ഇവിടെ സ്ക്വയർ മെട്രിക്സ് അർത്ഥം എന്തായിരുന്നു? നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സുകളെയാണ് നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞത് അല്ലെ. ഇനി അതല്ലാത്ത ആൾക്കാരാണെങ്കിൽ യെസ്, റെക്ടാങ്കുലർ മെട്രിക്സ്. ഓക്കെ, കൺസിഡറിംഗ് ദിസ് മെട്രിക്സ്. ഓക്കെ, 0 0 4 0 0 0 ഇത് നൺ മെട്രിക്സ് ആണ് അല്ല. എന്താ റീസൺ? എല്ലാ എലമെന്റുകളും എന്തായിരിക്കണം? 0 ആണ്. എന്നാൽ മാത്രമേ എന്താവുള്ളൂ? യെസ്, നൾ മെട്രിക്സ് ആണ്. ഇവിടെ ഒരു എലമെന്റ് എന്ത് വന്നു? 4 വന്നു അല്ലെ. സോ ദിസ് ഇസ് നോട്ട് എ നൾ മെട്രിക്സ്. മെട്രിക്സ് ബി ഈസ് ഈക്വൽ ടു 0 0 4 0 0 0. യെസ്, എന്താ ഇതിന്റെ ഓർഡർ വരിക? നമ്പർ ഓഫ് റോസ് ഈസ് 1 2 3 അല്ലെ. 1 2 3 3 റോസ് ഉണ്ട് അല്ലെ. നമ്പർ ഓഫ് കോളംസ് ഈസ് 2. സോ ദിസ് ഓർഡർ വിൽ ബി 3 by 2. Okay, definitely this is not a square matrix. Okay, ഇവിടെ number of rows number of columns different ആണ്. So this is an example for rectangular matrix. Okay, ഇത്രയായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ. എന്താണ് മെട്രിക്സ്? മെട്രിക്സ് is a rectangular array of numbers of functions in horizontal rows and vertical columns. Okay, നമ്മൾ ഒരു മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ്. Okay, now മെട്രിക്സിനകത്തുള്ള നമ്പേഴ്സ് ഫംഗ്ഷൻസ് എന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ലെ. അവരൊക്കെ നമ്മൾ എന്താ വിളിക്കുക? We treat them as elements of a matrix. Yes, പിന്നെ നമ്മൾ പഠിച്ചു ഓർഡർ ഓഫ് എ മെട്രിക്സ് അല്ലെ. ഒരു മെട്രിക്സിന് m നമ്പർ ഓഫ് കോളംസും m നമ്പർ ഓഫ് റോസും n നമ്പർ ഓഫ് കോളംസും ഉണ്ടെങ്കിൽ അത്തരം മെട്രിക്സിന്റെ ഓർഡർ ഈസ് m by n. ഓക്കെ, ദെൻ നമ്മൾ പഠിച്ചതായിരുന്നു ജനറൽ റെപ്രസെന്റേഷൻ ഓഫ് എ മെട്രിക്സ് അല്ലെ. ഒരു മെട്രിക്സിന്റെ ജനറൽ എലമെന്റ് ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? aij, ദാറ്റ് ഈസ് ith റോ jth കോളത്തിലുള്ള ഒരു എലിമെന്റ്. ആ റെപ്രസെന്റേഷൻ ക്ലിയർ അല്ലേ? ഇപ്പോ a41 എന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ a41 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എലമെന്റിന്റെ ഈ ഒരു പർട്ടിക്കുലർ എലമെന്റിന്റെ പൊസിഷൻ എവിടെ വരാം? ദിസ് 4 denotes the row and this 1 denotes the column അല്ലെ. ഒരു മെട്രിക്സിന്റെ നാലാമത്തെ റോയിലെ ഫസ്റ്റ് കോളത്തിൽ വരുന്ന എലമെന്റ് ആണ് ഇത് a41. ഓക്കെ, അതാണ് എന്ത് aij എന്നുള്ള റെപ്രസെന്റേഷൻ യൂസ് ചെയ്യുന്നത്. i represents the ഏത് എത്രാമത്തെ റോയാണ് ആൻഡ് j represents the എത്രാമത്തെ കോളം. യെസ്, ഫ്രം there we move on to types of matrices. Column matrix having only one column, row matrix having only one row, square matrix number of rows number of columns equal ആണെങ്കിൽ square matrix. യെസ്, ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഡയഗണൽ എപ്പോഴും ഉണ്ടായിരിക്കും? യെസ്, ലെഫ്റ്റ് എക്സ്ട്രീമിൽ നിന്ന് റൈറ്റ് കോട്ടത്തിലേക്ക് കേട്ടോ. അങ്ങനെ തന്നെ വരയ്ക്കാൻ പാടും. യെസ്, ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ ഒരു സ്ക്വയർ മെട്രിക്സിലെ ഡയഗണൽ എലിമെന്റ്സ് ഒഴികെ ബാക്കി എല്ലാം 0 ആണെങ്കിൽ ഡയഗണൽ മെട്രിക്സ്. യെസ്, ദെൻ വാട്ട് ഈസ് സ്കേലാർ മെട്രിക്സ്? യെസ്, ഈ ഡയഗണൽ മെട്രിക്സിനാണ് വരുന്നത് അല്ലെ. ഡയഗണൽ മെട്രിക്സിലെ എലമെന്റുകളെല്ലാം സെയിം ഡയഗണൽ എലമെന്റ്സ് എല്ലാം സെയിം ആണെങ്കിൽ അത്തരം മെട്രിക്സ് നമ്മൾ വിളിക്കും സ്കേലാർ മെട്രിക്സ്. നൗ എല്ലാ ഡയഗണൽ എലമെന്റ്സും 1 ആണ് എങ്കിൽ അത്തരം മെട്രിക്സ് നമ്മൾ വിളിക്കും ഐഡന്റിറ്റി മെട്രിക്സ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, സീറോ മെട്രിക്സ് or otherwise known as null matrix. എന്താ പ്രത്യേകത? എല്ലാ എലമെന്റുകളും 0 ആണ് എങ്കിൽ അത്തരം മെട്രിക്സ് നമ്മൾ വിളിക്കുന്ന പേരാണത് നൾ മെട്രിക്സ്. ഓക്കെ, വിത്ത് ദാറ്റ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ. ആൻഡ് ഫസ്റ്റ് സെക്ഷനെ അനുബന്ധിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സസൈസ് 3.1 ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ വി മൂവ് ഓൺ ടു എക്സസൈസ് 3.1. ഓക്കെ മക്കളെ, നമുക്ക് എന്നാലിപ്പോ എക്സസൈസ് 3.1 സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് സെലക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇത് ഭയങ്കര എളുപ്പമാണ് ചാപ്റ്റർ. എക്സസൈസിൽ ഓരോ ക്വസ്റ്റ്യൻസ് എളുപ്പമാണ്. ഓക്കെ, എക്സസൈസ് 3.1. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്ക് കയറി വെക്കണം. ഇൻ ദി മെട്രിക്സ് എ ഈക്വൽ ടു ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. മെട്രിക്സ് എ ഈക്വൽ ടു മെട്രിക്സ് ഇസ് ഗിവൻ ബൈ 2 5 19 -7 35 -2 5/2 12 √3 1 -5 7. Okay,
ഇപ്പൊ മെട്രിക്സ് എ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. മെട്രിക്സ് എ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ, അതിന് താഴെയുള്ള സബ് ക്വസ്റ്റ്യൻ ഓരോന്നായിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് എന്തായിരുന്നു? വി ഹാവ് ടു ഫൈൻഡ് ദി ഓർഡർ ഓഫ് ദി മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ഈ മെട്രിക്സിന്റെ ഓർഡർ കണ്ടുപിടിക്കും അല്ലെ? എത്ര വരെ ഈ മെട്രിക്സിന്റെ ഓർഡർ? യെസ്, നമുക്കറിയാം ഒരു മെട്രിക്സ് ഇസ് ഹാവിംഗ് യെസ് m നമ്പർ ഓഫ് റോസും n നമ്പർ ഓഫ് കോളംസും ആണെങ്കിൽ ഈ മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ്? m/n അല്ലെ? ഇവിടെ നോക്കിയേ, ഈ ഒരു ടിപ്പിക്കൽ മെട്രിക്സ് എടുക്കുന്ന സമയത്ത് എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ട് ഇതിനകത്ത്? ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് ആണ് റോസ് അല്ലെ? ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് ആണ് റോസ്, വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് ആണ് കോളം. യെസ്, എത്ര റോസ് ഉണ്ട്? 1 2 3 അല്ലെ? നമ്പർ ഓഫ് റോസ് ഈസ് 3. യെസ്, വാട്ട് ഈസ് മൈ നമ്പർ ഓഫ് കോളം? 1 2 3 4 അല്ലെ? n is 4. So what is my order of this matrix A? It will become 3/4 അല്ലെ? 3/4 നമ്മളോട് represent ചെയ്യാം. Yes. Yes. Now second, number of elements അല്ലെ? നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കാൻ നമ്മളത് കൗണ്ട് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല കേട്ടോ. അതിനൊരു ട്രിക്ക് ഉണ്ട്, സിമ്പിളാണ്. യെസ്, എത്ര എലമെന്റ്സ് ഉണ്ട്? 1 2 3 4 8 12 എലമെന്റ്സ് ഉണ്ട് അല്ലെ? എത്ര എലമെന്റ്സ് ഉണ്ട്? 12 എലമെന്റ്സ്. ഓക്കെ, പിന്നെയുള്ള പറയുന്ന ഒരു നോട്ട്. ഓക്കെ, ഇഫ് എ മെട്രിക്സ് ഇസ് ഹാവിംഗ് m number of columns, m number of rows, n number of columns, then that matrix will contain mn number of elements. Okay, ഒരു മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസിന്റെ എണ്ണം m ഉം നമ്പർ ഓഫ് കോളംസിന്റെ എണ്ണം n ഉം, ദാറ്റ് ഈസ് മെട്രിക്സിന്റെ ഓർഡർ m/n ആണ് എങ്കിൽ അല്ലെ, ആ മെട്രിക്സിനകത്ത് എത്ര എലിമെന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു? mn number of elements. mn means m into n കേട്ടോ. ഇവിടെ നോക്കിയേ, എത്രയാ ഓർഡർ? 3 4 അല്ലെ? 3/4 ആണ് അല്ലെ? വാട്ട് ഈസ് 3 into 4? 3 into 4 is 12 അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെറ്റിനകത്ത്, സോറി, ഈ ഒരു മെട്രിക്സിനകത്ത് എത്ര എലമെന്റുകൾ ഉണ്ടാവും? 12 elements അല്ലെ? ഫ്രം ടേക്കിംഗ് എ 2/2 മെട്രിക്സ് അല്ലെ? 2/2 മെട്രിക്സിനകത്ത് എന്താ? 2 റോയും 2 കോളവും ഉള്ള മെട്രിക്സ് അല്ലെ? 4 0 -1 2. This is my example for a square matrix of order 2/2 അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് 1 2 3 4 which is equal to 2 into 2 4 അല്ലെ? 3/3 മെട്രിക്സ് ആണ് നമ്മൾ നേരത്തെ ഇട്ടു. 9 എലമെന്റ്സ്, 3 into 3 9. ഓക്കെ, ഇപ്പോൾ ഒരു ഓർഡർ, ഒരു മെട്രിക്സിന്റെ ഓർഡർ m/n ആണ് എങ്കിൽ യെസ്, നമ്പർ ഓഫ് എലമെന്റ്സ് will be equal to mn, m into n. Okay, yes. Now the third one, write the third one. Yes, write the elements a13 അല്ലെ? a21 a33 fourth one a24 fifth one a23. ഓക്കെ, ഇത്രയും എലമെന്റുകൾ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പൊ എലമെന്റുകൾ റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെയായിരുന്നു? aij എന്നുള്ള രൂപത്തിലാണ് അല്ലെ? മെട്രിക്സ് A is equal to aij of order m/n. ഓക്കെ, ഇപ്പൊ aij റെപ്രസെന്റ്സ് ആ a എന്ന് പറയുന്ന എലമെന്റ് ഏത് റോയിൽ വരുന്നു, ഏത് കോളത്തിൽ വരുന്നു അല്ലെ? സോ ഈ ഒരു എലമെന്റ് എടുക്കുന്ന സമയത്ത്, a13 എടുക്കുന്ന സമയത്ത് ഈ 1 എന്ന് ഉദ്ദേശിക്കുന്നത് ആ എലമെന്റ് വരുന്ന റോ, ആൻഡ് 3 എന്ന് പറയുന്നത് ആ എലമെന്റ് വരുന്ന കോളം. ഓക്കെ, സോ ഫസ്റ്റ് റോ തേർഡ് കോളം അല്ലെ? ഫസ്റ്റ് റോ മീൻസ് ദിസ് അല്ലെ? ഇതല്ലേ ഫസ്റ്റ് റോ? യെസ്, തേർഡ് കോളം എന്ന് പറയുന്നത് ഏതാ? ദിസ്. ഓക്കെ, സോ a13 എന്ന് പറയുന്ന ആളെന്ത് വരും? അല്ലെ? ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ദിസ് ഈസ് മൈ ഫസ്റ്റ് റോ, ഇതാണ് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. സേ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത് റോ അല്ലെ? a13 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ തേർഡ് കോളം എലമെന്റ്സ്, ദാറ്റ് ഈസ് 19. Now what is a21? Second row first column. Yes, ഏതാ സെക്കൻഡ് റോ? സെക്കൻഡ് റോ is this
അല്ലേ? ഫസ്റ്റ് റോ സോറി ഫസ്റ്റ് കോളം മീൻസ് ദിസ് അല്ലേ? അപ്പൊ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളത്തിന് വരുന്ന എലമെന്റ് ഈസ് 35. Okay, so A21 is equal to 35. Now what is A33? Third row, third column. This is my third row and this is my third column. That element is -5. Clear or not? Now what is A24? Second row. This is my second row. Yes, fourth column. Fourth column il varuna ara rendu intersect cheyna evideya 12. So this will be equal to 12. Yes, and last one A23. Second row, third column. This is my second row and this is my third column. This is my third column. That element is 5/2. Simple. Okay, so this is how we approach our first question. Okay, moving on to the second one. Note cheyanunണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്യുക കേട്ടോ. അതൊക്കെ സിമ്പിൾ ആണ്, ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, സെക്കൻഡ് വൺ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞ ഒരു നോട്ടിന്റെ ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. ഇഫ് എ മെട്രിക്സ് ഹാസ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് എ മെട്രിക്സ് ഹാസ് 24 എലമെന്റ്സ്, ഇഫ് എ മെട്രിക്സ് ഹാസ് 24 എലമെന്റ്സ്, what are the possible orders it can have? What are the possible orders it can have? Okay, and what if it has 13 elements? Okay, അത് നമുക്ക് 24 എലമെന്റ്സിന്റെ കേസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു മെട്രിക്സിൽ 24 എലമെന്റുകൾ ഉണ്ട് എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ 24 എലമെന്റുകളെ ഏതൊക്കെ രൂപത്തിലുള്ള മെട്രിക്സുകളാക്കി എഴുതാം ദാറ്റ് ഈസ് ഏതൊക്കെ പോസിബിൾ ഓർഡേഴ്സ്. ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് പോസിബിൾ നമ്പർ ഓഫ് ഓർഡേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് ഒരു കൺസെപ്റ്റ് പറഞ്ഞിരുന്നു. ഇഫ് ഒരു മെട്രിക്സിനകത്ത് m നമ്പർ ഓഫ് റോസും n നമ്പർ ഓഫ് കോളംസ്, ദാറ്റ് ഈസ് ഇഫ് എ മെട്രിക്സ് ഇസ് ഹാവിംഗ് ഓഫ് ഓർഡർ m/n, then ഈ ഒരു മെട്രിക്സിനകത്തുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് വിൽ ബി ഈക്വൽ ടു mn m × n ഇപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 24 എലമെന്റ് വരുന്ന മെട്രിക്സിന് 24 എലമെന്റുകൾ വരുന്ന ഒരു മെട്രിക്സ് നമുക്ക് ഏതൊക്കെ വിവിധ തരത്തിലുള്ള ഓർഡറിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യും. അതായത് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാ? 24 ഇപ്പൊ രണ്ട് നമ്പേഴ്സ്, നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? 24 കിട്ടണം അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 കിട്ടുന്ന ഏതൊക്കെയാ? 1 × 24 is possible. നേരെ തിരിച്ചു 24 × 1, 2 × 12 അല്ലെങ്കിൽ 12 × 2, 3 × 4 അല്ലെങ്കിൽ 4 × 3 6 × 4 4 × 6 സോറി 3 × 4 ഉണ്ട് 3 × 8 8 × 3 6 × 4 4 × 6. ഓക്കെ, അപ്പൊ ഇത്രയും പോസിബിലിറ്റീസ് ആണ് നമുക്കുള്ളത്. സച്ച് ദാറ്റ് പ്രൊഡക്റ്റ് എന്ത് വരുന്നു? 24 വരുന്നു. ഓക്കെ, സോ ഇഫ് യു ആർ കൺസിഡറിംഗ് ദിസ് മെട്രിക്സ് ഓഫ് ഓർഡർ 1/24, നമ്പർ ഓഫ് റോസ് 1ഉം നമ്പർ ഓഫ് കോളംസും 24 ആണ് എങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ മെട്രിക്സിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്താ വരിക? 1 × 24, ദാറ്റ് ഈസ് 24. ഓക്കെ, ഈ ഇത്രയും സെറ്റ് ഓഫ് നമ്പേഴ്സ് ഞാൻ എഴുതി ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിന്റെ ഒക്കെ പ്രൊഡക്റ്റ് എന്താണ്? 24. ദാറ്റ് ഈസ് ഇത്രയും പോസിബിൾ ഓർഡേഴ്സ് ഓഫ് മെട്രിക്സസ് ആർ പോസിബിൾ. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ മെട്രിക്സ് ആണ് എടുക്കുന്നത് വെച്ച് 6/4 മെട്രിക്സ് നമ്പർ ഓഫ് റോസ് ഇസ് 6, നമ്പർ ഓഫ് കോളംസ് ഇസ് 4, 6 റോസും 4 കോളംസും വരുന്ന മെട്രിക്സ് അപ്പൊ അത് നമ്മൾ എഴുതുന്ന സമയത്ത് അതിനകത്ത് നമ്പർ ഓഫ് എലമെന്റ്സ് എന്തായിരിക്കും? 6 × 4, ദാറ്റ് വിൽ ബി 24. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യന്റെ വേറൊരു സെക്ഷൻ ആയിരുന്നത് യെസ് വാട്ട് ഇഫ് 13 എലമെന്റ്സ് ആണ് എങ്കിൽ 24 പകരം 13 എലമെന്റ്സ് ആണ് എങ്കിൽ ഏതൊക്കെ പോസിബിൾ ഓർഡർ ഉള്ള മെട്രിക്സുകളൊക്കെ നമുക്ക് എഴുതാം ശ്രദ്ധിക്കുക, 13 എന്ന് പറയുന്ന നമ്പർ പ്രൈം നമ്പറാണ്. പ്രൈം നമ്പർ ആയതുകൊണ്ട് തന്നെ അതും 1 മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ ദാറ്റ് ഈസ് രണ്ട് പോസിബിൾ മെത്തേഡ്സ് ആണ്, 1/13 ആൻഡ് 13/1. ഈ രണ്ടെണ്ണല്ലേ പോസിബിൾ ഉള്ളൂ. ഓക്കെ, ഈ 1/13 അർത്ഥം എന്താ? നമ്പർ ഓഫ് റോസ് 1ഉം
number of columns 13. That is like this. Number of rows, number of row 1. Number of row 1. 1, 2, 3, 4, 5, 6 up to 13. ഒറ്റ റോയേ ഉള്ളൂ. എത്ര കോളം ഉണ്ട്? 1, 2, 3, 13 columns. ഇനി 13/1 അർത്ഥം എന്താ? 13 റോ ആൻഡ് എ സിംഗിൾ കോളം അല്ലേ? ദാറ്റ് ഈസ് ലൈക്ക് ദിസ്. 1, 2, 3 up to 13. ഒരു വെർട്ടിക്കൽ മാട്രിക്സ്. ഓക്കെ, ദിസ് ഈസ് നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുകയാണെങ്കിൽ യെസ്, എങ്ങനെയാണ് പോസിബിൾ ഓർഡർ ഓഫ് മെട്രിസസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്പർ ഓഫ് റോസ് ഇഫ് എ മെട്രിക്സ് ഇസ് ഹാവിംഗ് ഓർഡർ m/n ആണ് എന്റെ മെട്രിക്സിന്റെ ഓർഡർ എങ്കിൽ ദെൻ ആ മെട്രിക്സിനകത്തുള്ള എലമെന്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് mn, അതായത് m into n. ഓക്കെ, അപ്പൊ ഒരു കൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. ആൻഡ് ഇത് കഴിഞ്ഞ് വരുന്ന ക്വസ്റ്റ്യൻ തേർഡ് വൺ ഓൾസോ ഈ ഒരു ഐഡിയ വെച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. സോ അത് നമ്മൾ ചെയ്തില്ല കേട്ടോ. ഞാൻ മൂവിങ് കൊണ്ട് ഫോർത്ത് ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കൺസ്ട്രക്ട് ഫോർത്ത് ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കാം. എന്താ ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുന്നത്? കൺസ്ട്രക്ട് 2/2 മെട്രിക്സ്. കൺസ്ട്രക്ട് 2/2 മെട്രിക്സ്. 2/2 മെട്രിക്സ് അല്ലേ? മെട്രിക്സ് A is equal to Aij whose elements are given by മൂന്ന് സബ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലെ? 1, 2, 3 മൂന്ന് സബ് ക്വസ്റ്റ്യൻ വന്നിട്ടല്ലേ? അതിൽ മൂന്നാമത്തെ ആണ് ചെയ്തത് കേട്ടോ. മൂന്നാമത്തെ ഏതാണ്? Aij equal to എന്താ വരിക? I plus 2j whole square by 2. I plus 2j whole square by 2. ഓക്കെ, ശ്രദ്ധിക്കുക. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? I have to construct a 2/2 matrix. എന്തായാലും 2/2 മെട്രിക്സിന്റെ പ്രത്യേകത? നമ്പർ ഓഫ് റോസ് 2 ആണ്, നമ്പർ ഓഫ് കോളംസും 2 ആണ് അല്ലെ? അപ്പൊ അങ്ങനെ ഒരു പർട്ടിക്കുലർ മെട്രിക്സ് A എങ്ങനെയായാലും ജനറലി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക? 2/2 മെട്രിക്സ് ആണെങ്കിൽ 2 റോസും 2 കോളംസും അല്ലെ? എത്ര എലമെന്റുകൾ ഉണ്ടാവും? 2 into 2 4 elements അല്ലെ? ഏതൊക്കെ രീതിയിലാണ് വരിക? A11, A12, A21, A2. Okay, so this is a typical 2/2 matrix, general representation of a 2/2 matrix. Okay, ഇനി നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്റെ ഈ ജനറൽ എലമെന്റ് അല്ലെ? A11, A12, A21, A22 ജനറലി എന്ത് വിളിച്ചു? Aij, where I stands for the row number, J stands for the column number അല്ലെ? A22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് റോ സെക്കൻഡ് കോളത്തിൽ വരുന്ന എലമെന്റ്. ഓക്കെ, അപ്പൊ A11, A12, A21, A22 എന്ന് പറയുന്നതിന് പറഞ്ഞാൽ എന്തെടുത്തു? Aij is equal to എന്താ? I plus 2j by 2. I plus 2j whole square by 2 അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ എലമെന്റുകൾ കണ്ടുപിടിക്കാം അല്ലെ? വാട്ട് വിൽ ബി A11 എടുക്കുന്ന സമയത്ത് I എന്ന് പറയുന്ന 1 ആണ്, J എന്ന് പറയുന്ന 1 ആണ് അല്ലെ? ഈ ഇക്വേഷനിൽ കൊടുത്ത് എന്ത് വരും? 1 plus 2 into J, 2 into 1 is 2 whole square by 2. 1 plus 2 is 3. 3 square is 9. 9 by 2. And what will be A12? Yes, 1 plus I is 1 plus 2 into J. 2 into 2 is 4. Whole square by 2, that is 5. 5 square is 25 by 2. A21 കാണുന്ന സമയത്ത് I എന്ന് പറയുന്നത് 2 ആണ്, J എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? So what will be 2 plus 2j, 2 into 1 is 2 whole square by 2. 2 plus 2 is 4. 4 square is 16. 16 by 2. And last A22 എന്ത് വരും? I എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? So I plus, that is 2 plus 2j, j is 2. 2 into 2 is 4. Okay, whole square by 2. 2 plus 4 is 6. 6 square 36. 36 by 2. 16 by 2 8 ആണ്. 36 by 2 is 18. Okay, so corresponding to this എനിക്ക് എന്റെ മെട്രിക്സ് എഴുതാം അല്ലേ? A11 എന്ന് പറയുന്ന ആളെ ഞാൻ കണ്ടുപിടിച്ചു. According to this general representation of this element, A11 എന്ന് പറയുന്നത് എന്താ? 9 by 2. A12 will come around 25 by 2.
A21 will come around 8, A22 will come around 18. Okay? ഇങ്ങനെയാണെന്ത് നമുക്കൊരു 2x2 അല്ലെങ്കിൽ 3x3 matrix കൺസ്ട്രക്ട് ചെയ്യാൻ പറയുന്നു. And you are provided with the general representation of the element. Okay, എന്താ ചെയ്യേണ്ടത്? ആദ്യം അതിന്റെ ജനറൽ റെപ്രസെന്റേഷൻ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, യെസ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിനകത്തുള്ള ഓരോ ആൾക്കാരെ യെസ് കണ്ടുപിടിക്കുക. കാരണം ഇതിന്റെ ജനറൽ ഇക്വേഷൻ നമുക്ക് തരും. ഓക്കെ, AIJയുടെ ജനറൽ ഇക്വേഷൻ തരും. I എന്ന് പറയുന്നത് റോ നമ്പർ ആണ്, J എന്ന് പറയുന്നത് കോളം നമ്പർ ആണ്. ഓക്കെ, അപ്പൊ കറസ്പോണ്ടിങ് A11, A12, A21, A22 ഒക്കെ നമുക്ക് കണ്ടുപിടിക്കും. I J സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, സോ എളുപ്പമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യനും തന്നെ ചെയ്യാം. എളുപ്പമാണ്. തേർഡ് വൺ ആണ് കുറച്ചൊന്നും ചെയ്യാനുള്ളത്. അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. യെസ്. യെസ്, മൂവിംഗ് ഓൺ ടു സിക്സ്ത് ക്വസ്റ്റ്യൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഫിഫ്ത് വൺ ഓൾസോ ഡീലിംഗ് ഇൻ ദ സെയിം ടൈപ്പ് ഓഫ് കൺസെപ്റ്റ് തന്നെയാണ്. സോ ഐ നോട്ട് ഗെറ്റിംഗ് ഇറ്റ്. സോ മൂവിംഗ് ഓൺ ടു സിക്സ്ത് ക്വസ്റ്റ്യൻ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് കൈ വെക്കണം കേട്ടോ. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ കിടക്കാം. സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് എക്സ്, വൈ ആൻഡ് സെഡ്. ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് എക്സ്, വൈ ആൻഡ് സെഡ് ഫ്രം ദി ഫോളോയിങ് ഇക്വേഷൻസ്. ഇത് 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു 2x2 മെട്രിക്സ് തന്നിട്ടില്ലേ? 2x2 മെട്രിക്സ്, മെട്രിക്സ് 4 3, മെട്രിക്സ് 4 3 x5 അല്ലേ? മെട്രിക്സ് 4 3 x5 is equal to y z 1 5. ഓക്കെ, ശ്രദ്ധിക്കാം. രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. ദിസ് ഇസ് എ 2x2 മെട്രിക്സ് അല്ലെ? 2 റോയും 2 കോളം വരുന്ന മെട്രിക്സ് 2x2 മെട്രിക്സ്. ഇവിടെയും 2x2 മെട്രിക്സ്. ഓക്കെ, ഈ രണ്ട് മെട്രിക്സും ദേ ആർ ഈക്വൽ അല്ലെ? ഈക്വൽ ടു സിമ്പിൾ കണ്ടുപിടിക്കും. ദേ ആർ ഈക്വൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? വി ഹാവ് ടു ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് എക്സ്, വൈ, സെഡ്. ഓക്കെ, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് ആണെന്ത്? ഇക്വാലിറ്റി ഓഫ് മെട്രിക്സസ്. ഓക്കെ, മെട്രിക്സിന്റെ ഇക്വാലിറ്റി. ഓക്കെ, ഇപ്പൊ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? രണ്ടിന്റെയും ഓർഡർ എന്തായിരിക്കണം? സെയിം ആയിരിക്കും. ഓക്കെ, രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരിക്കണം? their order should be same. ഓക്കെ, ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ഓർഡർ സെയിം ആയി കഴിഞ്ഞാൽ അടുത്ത കണ്ടീഷൻ എന്താണ്? കറസ്പോണ്ടിങ് എലമെന്റുകൾ എന്തായിരിക്കണം? സെയിം ആയിരിക്കും. കറസ്പോണ്ടിങ് എലമെന്റുകൾ സെയിം ആയിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് ഈ രണ്ട് മെട്രിക്സിന്റെയും ഓർഡർ സെയിം ആണ്. ഇതിന് രണ്ടും ഈക്വൽ ആയുള്ള കണ്ടീഷൻ എന്താ? ദിസ് എലമെന്റ് അല്ലെ? ഈ 4 എന്ന് പറയുന്ന എലമെന്റ് ഏതാണ്? A11, A12, A21, A22. ഇതാണ് ജനറൽ റെപ്രസെന്റേഷൻ അല്ലെ? ഈ രണ്ട് മെട്രിക്സും ഈക്വൽ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെട്രിക്സിന്റെ A11 എന്ന് പറയുന്ന ആളും ഈ മെട്രിക്സിന്റെ A11 എന്ന് പറയുന്ന ആളും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് 4 should be equal to y. ഓക്കെ, നൗ അടുത്ത കേസ് എന്താ? കറസ്പോണ്ടിങ് A12 എന്ന് പറയുന്ന ആൾ അല്ലെ? A12 should be equal to its A12 അല്ലെ? That is 3 is equal to Z. 3 is equal to Z. And here അടുത്ത ആളാണ് A21 അല്ലെ? A21 here it is X അല്ലെ? ഇവിടുത്തെ 1. ഇപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ് എങ്കിൽ ഇവിടുത്തെ A21 ഉം ഇവിടുത്തെ A21 ഉം ഈക്വൽ ആയിരിക്കും. That is X should be equal to 1. ഇവിടെ ലാസ്റ്റ് വൺ here it is 5, here it is 5. ഓക്കെ, ഇപ്പൊ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവാനുള്ള കണ്ടീഷൻ they should possess same order and their corresponding elements should be same. Okay, now ഇതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ആറാമത്തെ ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം കേട്ടോ. ഏതാണ്? ഒരു സ്ക്വയർ മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. x plus y 2 y plus 5 plus z 5 plus z is equal 5 plus z xy is equal to
6, 2, 5, 8. 6, 2, 5, 8. So here also we have to find the value of S, X, Y and Z. Okay. P രണ്ട് മെട്രിക്സും ഈക്വൽ ആയുള്ള കണ്ടീഷൻ രണ്ടിന്റെയും ഓർഡർ സെയിം ആയിരിക്കണം. ഹിയർ ഓൾസോ ഓർഡർ 2, ഹിയർ ഓൾസോ ഓർഡർ 2. 2 by 2 മെട്രിക്സ് ആണ്. ഓക്കെ, ഓർഡർ സെയിം ആണ്. ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ. Now this element should be equal to this. That is x plus y value should be equal to 6. X plus y value should be equal to 6. Okay. Now here 2 ആണ്, ഇവിടെയും 2 ആണ്. ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? And here ശ്രദ്ധിക്കുക 5 plus z അല്ലേ? 5 plus z should be equal to, ഇവിടെ എത്രയാണ് 5 plus z? Yes, 5 plus z is equal to 5 അല്ലേ? So z will be equal to, yes, z എന്ത് വരും? 5 minus 5, that is equal to 0 അല്ലേ? Yes, z in value is 0. Yes. Now last one, xy is equal to 8. xy should be equal to 8. പിന്നെ x y കണ്ടുപിടിക്കണം അല്ലേ? ഇത് നമ്മൾ പ്രിലിമിനറി ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. x plus y 6 ആണെങ്കിൽ what will be my y? 6 minus 6 അല്ലേ? ഈ ഇക്വേഷനിൽ കൊടുത്തുകഴിഞ്ഞാൽ x into y ക്ക് പകരം 6 minus x കൊടുത്തുകഴിഞ്ഞാൽ yes ഇത് വരും 6x minus x square is equal to 8 അല്ലേ? ഇനി എല്ലാത്തിനെയും അങ്ങോട്ടേക്ക് എടുത്താൽ എന്ത് വരും? x square minus 6x plus 8 is equal to 0. Okay, on solving this quadratic equation, x ന്റെ വാല്യൂ നമുക്ക് കിട്ടുമല്ലോ, x ന്റെ രണ്ട് വാല്യൂസ് കിട്ടുമല്ലോ. what will be my value? x ന്റെ വാല്യൂ should be 2 ആവാം, x value will be 2 ആവാം, 4 ആവാം. Okay, ഒന്നുകിൽ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ആ ഇക്വേഷൻ വെച്ച് ചെയ്യാം, ബി സ്ക്വയർ മൈനസ് 4ac by 2a. അതല്ല എങ്കിൽ ശ്രദ്ധിക്കാം, ഇവിടെ എങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടത്? ഇവിടെ ദിസ് ഈസ് എ കോൺസ്റ്റന്റ് ടേം അല്ലേ? ഇയാള് ഒരു കോൺസ്റ്റന്റ് ടേം ആണ് 8 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് മൈനസ് 6. x ന്റെ വേർഷൻ ആണ് മൈനസ് 6. ഓക്കെ, ഇപ്പൊ രണ്ട് നമ്പേഴ്സ് സച്ച് ദാറ്റ് അവരുടെ പ്രൊഡക്റ്റ് എന്ത് വരണം? 8 വരണം. അതുപോലെ അഡിഷൻ എന്ത് വരണം? മൈനസ് 6 വരണം. രണ്ട് നമ്പേഴ്സ് എടുക്കണം, അതിന്റെ പ്രൊഡക്റ്റ് എന്ത് വരണം? 8 വരണം. അഡീഷൻ എന്ത് വരണം? മൈനസ് 6 വരണം അല്ലെ? അത് ഏതൊക്കെ സംഖ്യകൾ ചെക്ക് ചെയ്യാം. പ്രൊഡക്റ്റ് 8 വരുന്ന സംഖ്യകൾ ഏതൊക്കെയാ? 2 4 വരാം, -2 -4 വരാം, 8 1 1 8 ഇതൊക്കെയാണ് ബേസ്. -1 -8 ഇത്രയാണ് പോസിബിലിറ്റി അല്ലെ? പ്രൊഡക്റ്റ് 8 തരുന്ന സംഖ്യകൾ ഇതൊക്കെ അല്ലേ? 2 into 4 -2 -4 8 1 -1 -8 ഇതിന്റെയൊക്കെ പ്രൊഡക്റ്റ് എന്താണ്? 8. ഇനി ഈ കണ്ടീഷനെ കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരാണ്. യെസ്, രണ്ടിന്റെയും അഡിഷൻ -6 വരുന്നത്. ഇവിടെ രണ്ടും കൂട്ടി കഴിഞ്ഞാൽ 6 ഹിയർ -6 ഹിയർ 9 ഹിയർ -9 അല്ലേ? അപ്പൊ നമുക്ക് ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരാണ് ഇയാൾ അല്ലേ? സോ ദിസ് ഇക്വേഷൻ x square minus 6x plus 8 equal to 0 എന്ന് പറയുന്ന ആളെ I can write as x minus 2 into x minus 4 is equal to 0 എന്ന് മാറ്റിയെടുക്കും. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ we get the same quadratic equation. Okay, so from here we can infer that x can be take value 2 as well as x can take value 4. Okay, but x 2 ആകുമ്പോൾ corresponding y x by 8 ആണ് അല്ലേ? x 2 ആകുമ്പോൾ y എത്ര വരും? y will be 4 and x 4 ആകുമ്പോൾ y എത്ര വരും? y will be 5. Okay, ഇപ്പൊ x y വാല്യൂ കണ്ടുപിടിച്ചു, z വാല്യൂ കണ്ടുപിടിച്ചു. ഓക്കെ, ഇതൊക്കെ നമ്മൾ എന്താ പറയുക പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മള് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച സംഭവങ്ങളാണ് കേട്ടോ. ഇവിടെ നമ്മൾ മെട്രിക്സിന്റെ ആസ്പെക്ട് നോക്കുന്ന സമയത്ത് കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. എന്താ? രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആകുന്നത് അതിന്റെ ഓർഡർ സെയിം ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റുകൾ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ദാറ്റ് വാസ് അവർ എക്സസൈസ് 3.1, first exercise. Okay, now we can move to next section, that is matrix operations. കേട്ടോ, മെട്രിക്സുകൾക്കിടയിൽ നമ്മൾ കൊടുക്കുന്ന ഓപ്പറേഷൻസ്. യെസ്, operations on matrices. Okay, ശ്രദ്ധിക്കാം,
ഓപ്പറേഷൻസ് ഓൺ മെട്രിസസ് എന്ന് ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിക്കുക. ഓപ്പറേഷൻസ് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ രണ്ട് മെട്രിക്സിനിടയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? രണ്ട് നമ്പേഴ്സിനിടയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? ഐ ക്യാൻ ഡു അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അല്ലേ? ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എനിക്ക് രണ്ട് നമ്പേഴ്സിന്റെ ഇടയിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ രണ്ട് സെറ്റുകളുടെ ഇടയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ആൻഡ് സെറ്റ്സ് നമ്മൾ പഠിച്ചാണ്. ഏതൊക്കെയാ? യൂണിയൻ കൊടുക്കാം, എ യൂണിയൻ ബി, ഇന്റർസെക്ഷൻ കൊടുക്കാം, ഡിഫറൻസ് കൊടുക്കാം, ക്രോസ് പ്രൊഡക്റ്റ് കൊടുക്കാം, അല്ലേ? ക്രോസ്. അപ്പൊ അതൊക്കെയായിരുന്നു സെറ്റ്സിന്റെ കേസിലാണ്. അതുപോലെ ഇവിടെ രണ്ട് മെട്രിക്സുകൾക്കിടയിൽ നമ്മൾ കൊടുക്കുന്ന ഓപ്പറേഷൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് വരുന്നതാണ് അഡിഷൻ. അഡിഷൻ ഓഫ് മെട്രിക്സസ്. അഡിഷൻ ഓഫ് മെട്രിക്സസ്. ഓക്കെ, ശ്രദ്ധിക്കുക. മെട്രിക്സുകൾ ആഡ് ചെയ്യാൻ കേട്ടോ. മെട്രിക്സുകൾ ആഡ് ചെയ്യാൻ സിമ്പിൾ ആണ്. ഓക്കെ, ഇപ്പൊ രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? രണ്ടിന്റെയും ഓർഡർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, രണ്ടിന്റെയും ഓർഡർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇപ്പൊ രണ്ട് മെട്രിക്സ് എ, മെട്രിക്സ് ബി, അല്ലെ? രണ്ട് മെട്രിക്സുകളും ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? രണ്ടിന്റെയും ഓർഡർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇത് 3/2 ആണെങ്കിൽ ഇതും 3/2 ആയിരിക്കണം. ഇത് 1/3 ആണെങ്കിൽ ഇത് 1/3 ആയിരിക്കണം. ഇവിടെ 2/2 ഇവിടെ 3/3 വരികയാണെങ്കിൽ യു കാൺ ആഡ് സച്ച് ടു മെട്രിക്സസ്. നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ രണ്ട് മെട്രിക്സിന്റെയും ഓർഡർ സെയിം ആയിരിക്കണം. ദെൻ അഡീഷൻ പ്രോസസ് തന്നെ കറസ്പോണ്ടിങ് എലമെന്റുകൾ തമ്മിൽ ആഡ് ചെയ്യും. ഓക്കെ, ഇപ്പൊ രണ്ട് മെട്രിക്സ് ഞാൻ എഴുതാണ്. 2 3 0 1 -1 0 4 10. ഓക്കെ, മെട്രിക്സ് എ, മെട്രിക്സ് ബി. ഓക്കെ, ഇത് രണ്ടും ആഡ് ചെയ്യാം. എന്താ റീസൺ? ഇതിന്റെ ഓർഡറും 2/2 ആണ്, ഇതിന്റെ ഓർഡറും 2/2 ആണ്. രണ്ട് മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? 2/2 ആണ്. ഇപ്പൊ രണ്ട് മെട്രിക്സ് ഓർഡർ സെയിം ആയതുകൊണ്ട് തന്നെ ഐ ക്യാൻ ആഡ്. എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുക? യെസ്, രണ്ട് നമ്പേഴ്സ് കൂട്ടി കഴിഞ്ഞാൽ എനിക്ക് വേറെ നമ്പർ കിട്ടും, അല്ലെ? രണ്ട് സെറ്റ്സ് യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേറെ സെറ്റ് കിട്ടും. അതുപോലെ രണ്ട് മെട്രിക്സുകൾ ഓഫ് സെയിം ഓർഡർ ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? അതേ ഓർഡറിലുള്ള വേറൊരു മെട്രിക്സ് ആണ് 2/2. ഓക്കെ, 2/2 മെട്രിക്സ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കറസ്പോണ്ടിങ് ടേംസ് ആഡ് ചെയ്യാം. ഇവിടെ 2 ആണ്, ഇവിടെ -1. 2 + -1, 2 - 1 1. Here 3, here it is 0. 3 + 0 will give 3. 0 4, 0 + 4 give 4. 1 10 that gives 11. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യേണ്ടത്. സിമ്പിൾ. ഓക്കെ, നൗ നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട പ്രോപ്പർട്ടിയാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ്. Multiplication of a matrix by a scalar. Scalar means some constant. ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഐ എം ടേക്കിംഗ് ദ സ്കെയിലർ ആസ് k. ഓക്കെ, ഇപ്പൊ എന്റെ അടുത്ത് ഒരു മെട്രിക്സ് ഉണ്ട് A. ഓക്കെ, അപ്പൊ മെട്രിക്സിന്റെ കൂടെ ഞാൻ എന്ത് മൾട്ടിപ്ലൈ ചെയ്യാണ്? ഒരു സ്കെയിലാർ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ജസ്റ്റ് ലൈക്ക് ഞാൻ ഒരു മെട്രിക്സ് എടുക്കുകയാണ്, 2/2 മെട്രിക്സ് എടുക്കുകയാണ്, 2 0 1 2. ഓക്കെ, ദിസ് ഈസ് മൈ മെട്രിക്സ് A. ഓക്കെ, ഇനി ഈ മെട്രിക്സിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു കോൺസ്റ്റന്റ് സ്കെയിലാർ മൾട്ടിപ്പിൾ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് വാട്ട് വിൽ ബി 5 കേട്ടോ. ഈ മെട്രിക്സിനോട് ഞാൻ എന്ത് ചെയ്യുന്നു? 5 മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇപ്പൊ സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? ഓരോ കറസ്പോണ്ടിങ് എലിമെന്റ്സ് ഉണ്ടല്ലോ, അല്ലെ? 2 0 1 2, അല്ലെ? ഓരോന്നിനും കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യാം? 5 മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ 5 മൾട്ടിപ്ലൈ ചെയ്താൽ 10. ഇവിടെ 5 മൾട്ടിപ്ലൈ 0, ഹിയർ 5 മൾട്ടിപ്ലൈ 5, here 5 multiply 10. ഓക്കെ, സിമ്പിൾ. ഒരു മെട്രിക്സ് തന്നു, അതിന്റെ ഒരു സ്കെയിലാർ മൾട്ടിപ്പിൾ കാണാൻ എന്ത് ചെയ്താൽ മതി? കറസ്പോണ്ടിങ് ടേംസ് എന്ത് ചെയ്യാം? ആ സ്കെയിലാർ മൾട്ടിപ്പിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കെയിലാർ. എളുപ്പമല്ലേ? യെസ്. നൗ തേർഡ് വൺ, നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ്. നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ്. ഓക്കെ, ഇപ്പൊ നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് ഈ പറഞ്ഞ കൂട്ട് തന്നെയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ നെഗറ്റീവ് ഓഫ് എ മെട്രിക്സിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷന്റെ ആപ്ലിക്കേഷൻ ആണ്, അല്ലെ?
ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്കെയിലാർ, നെഗറ്റീവിന്റെ കേസിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്കെയിലാർ ഈസ് -1. മനസ്സിലാവുന്നുണ്ടോ? യെസ്, -1 ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സ്കെയിലാർ കൊണ്ടാണ് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇവിടെ റിസൾട്ടന്റ് മെട്രിക്സ് എന്താ വരിക? കറസ്പോണ്ടിങ് എലമെന്റുകളൊക്കെ എന്ത് ചെയ്യാം? എന്റെ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ സ്കെയിലാർ -1 അല്ലെ? -1 മൾട്ടിപ്ലൈ ചെയ്താൽ -2 0 -1 -2. And this is -1 into A simply എന്താണ്? നെഗറ്റീവ് ഓഫ് മെട്രിക്സ് A. ഓക്കെ, സിമ്പിൾ. ഇതിന്റെ ആപ്ലിക്കേഷൻ നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയാൻ അർത്ഥമാക്കുന്നത് എന്താ? -1 കൊണ്ട് ആ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യും. യെസ് യെസ്. Now fourth one difference of matrix. Difference of matrices. Okay, difference of matrices. രണ്ട് matrices A and B. Okay, ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് സിമ്പിൾ. ദാറ്റ് ഈസ് ഒരു മെട്രിക്സിൽ നിന്ന് മറ്റൊരു മെട്രിക്സ് ഞാൻ കുറയ്ക്കുന്നു. സിമ്പിൾ ആണ്. അതായത് കറസ്പോണ്ടിങ് ടേംസ് ഇവിടെ നമ്മൾ ആഡ് ചെയ്തല്ലോ, അതുപോലെ എന്ത് ചെയ്യാം? കുറയ്ക്കാം. ഓൺലി കണ്ടീഷൻ ഇസ് ദാറ്റ് their order should be same. ഓക്കെ, ഇപ്പോ ഇവിടെ നമ്മൾ മെട്രിക്സിന്റെ കേസിനകത്ത് rather than saying ഞാൻ ഈ മെട്രിക്സിൽ നിന്ന് ഈ മെട്രിക്സ് ഞാൻ കുറയ്ക്കുകയാണ് എന്ന് പറഞ്ഞതിന് പകരം നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. ദിസ് മെട്രിക്സ് എ അല്ലെ, ഈ മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്താ വരിക? സോറി, നെഗറ്റീവ് എന്താ വരിക? നെഗറ്റീവ് ഓഫ് ദിസ് മെട്രിക്സ് ബി എന്താ വരിക? എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ബി യെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? ഇതിന്റെ നെഗറ്റീവ് എന്താ വരിക? -1. ഓക്കെ, നൗ വി ആർ ഹാവിംഗ് എ മെട്രിക്സ് എ ആൻഡ് നെഗറ്റീവ് ഓഫ് മെട്രിക്സ് ബി. ഓക്കെ, ഇപ്പൊ ഡിഫറൻസ് ഓഫ് മെട്രിക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് മെട്രിക്സ് എ ബി അവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എ പ്ലസ് -1. ഓക്കെ, ഇപ്പൊ മെട്രിക്സിനകത്ത് ഒരു മെട്രിക്സിൽ നിന്ന് വേറൊരു മെട്രിക്സ് കുറയ്ക്കുക എന്നുള്ള കൺസെപ്റ്റ് അല്ല. എങ്ങനെ കൺസെപ്റ്റ് വരിക? ഒരു മെട്രിക്സ് ഞാൻ എടുത്തു അല്ലെ, രണ്ടാമതെടുക്കുന്ന മെട്രിക്സിന്റെ നെഗറ്റീവ് അല്ലെ, രണ്ടാമതെടുക്കുന്ന മെട്രിക്സിന്റെ നെഗറ്റീവിന് ഞാൻ ചെയ്യുന്നു ആദ്യത്തെ മെട്രിക്സ് കൊണ്ട് കൂട്ടുന്നു. ദാറ്റ് ഈസ് ഡിഫറൻസ് ഓഫ് മെട്രിക്സസ്. ഓക്കെ, ഫലത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ മെട്രിക്സിലെയും ഈ മെട്രിക്സിലെയും എലമെന്റുകൾ എന്താ ചെയ്യുന്നത്? ആഡ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, ബിയുടെ നെഗറ്റീവ് എടുക്കുക, ദെൻ ആഡ് ചെയ്യുക. അതാണ് ഡിഫറൻസ് ഓഫ് ടു മെട്രിക്സസ് എ ആൻഡ് ബി. ഓക്കെ, യെസ്, that was our 4 operations നമ്മൾ ചെയ്തു. Now moving on to the next section, that is properties of matrix addition. Properties of matrix addition. Okay, so this is our topic, properties of matrix addition. ഓക്കെ, ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഫസ്റ്റ് വരുന്ന പ്രോപ്പർട്ടി സിമ്പിൾ ആണ്. രണ്ട് മെട്രിക്സ് രണ്ടിന്റെയും ഓർഡർ സെയിം ആണ് കേട്ടോ. ഞാൻ ഇവിടെ എടുക്കുന്ന എ ബി എന്താണ്? സെയിം ആണ്. ഇവിടെ എടുക്കുന്ന എല്ലാ മെട്രിക്സിനും ഓർഡർ സെയിം ആണ്. അപ്പൊ എ പ്ലസ് ബി എന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പുതിയ മെട്രിക്സ് കിട്ടും അല്ലെ? സെയിം തന്നെയായിരിക്കും എന്ത് കിട്ടുക? ബി പ്ലസ് എ ചെയ്യുമ്പോഴും. ആൻഡ് ദിസ് ലോ ഇസ് ട്രീറ്റഡ് ആസ് കമ്മ്യൂട്ടേറ്റീവ് ലോ. പഠിച്ചതാണല്ലോ. എ പ്ലസ് ബി എന്ന് പറയുന്നതും b plus a എന്ന് പറയുന്നതും it is same in case for addition. Okay, the second one is a plus b plus c is equal to a plus b plus c such that a b c are having same order. Okay, so a plus b ചെയ്തിട്ട് c എന്ന് പറയുന്ന മെട്രിക്സ് ആഡ് ചെയ്യുന്നതും b plus c ചെയ്ത് a എന്ന് പറയുന്ന മെട്രിക്സ് ആഡ് ചെയ്യുന്നതും it will give the same matrix അല്ലേ? ഈ പ്രോപ്പർട്ടി നമ്മൾ വിളിക്കുന്ന പേരാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. Now third one is ശ്രദ്ധിക്കുക, ഒരു മെട്രിക്സ് A. ഓക്കെ, ഒരു 2x2 മെട്രിക്സ്. ഓക്കെ, 2x2 ഉള്ള ഓർഡർ ഉള്ള വേറൊരു നൾ മെട്രിക്സ് ഞാൻ എടുത്തു അല്ലെ? എന്തായിരിക്കും എനിക്ക് ആൻസർ കിട്ടുക? I get the same matrix itself അല്ലെ? നോക്കിയേ, 2 0 2 3 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തു, പ്ലസ് സെയിം ഓർഡർ ഉള്ള ഒരു നൾ മെട്രിക്സ് എടുത്തു അല്ലെ? എന്താ കിട്ടുക എനിക്ക് ആൻസർ? രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യാൻ എന്താ? കറസ്പോണ്ടിങ് ടേംസ് ആഡ് ചെയ്യാം, 2 3
അല്ലെ? ഈ മെട്രിക്സ് എനിക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ആൻഡ് ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി. എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി. എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി. ഓക്കെ, ശ്രദ്ധിക്കാം. നിങ്ങളോട് ചോദിക്കാണ് മെട്രിക്സ് അഡീഷനകത്ത്, ഇൻ മെട്രിക്സ് അഡീഷൻ വാട്ട് ഈസ് ദി അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ റിസൾട്ട്? നൾ മെട്രിക്സ്. ഓക്കെ, മെട്രിക്സ് അഡീഷനകത്ത് അഡിറ്റീവ് ഐഡന്റിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് മൈ ആൻസർ? എന്തായിരിക്കും നമ്മുടെ ഉത്തരം? യെസ്, നൾ മെട്രിക്സ്. ഓക്കെ, തേർഡ് വൺ, സോറി ലാസ്റ്റ് വൺ. ഒരു മെട്രിക്സും ശ്രദ്ധിക്കുക, അതിന്റെ നെഗറ്റീവും ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു മെട്രിക്സും അതിന്റെ നെഗറ്റീവും ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ, ജസ്റ്റ് ലൈക്ക് 2, 3 അല്ലെ, പ്ലസ് എന്താ അതിന്റെ നെഗറ്റീവ് വരിക? എങ്ങനെ നെഗറ്റീവ് കണ്ടുപിടിക്കാം? ഈ മെട്രിക്സിന്റെ കൂടെ എന്ത് ചെയ്യണം? എലമെന്റുകൾക്ക് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? ദാറ്റ് ഈസ് -2, -3 രണ്ടും കൂട്ടി കഴിഞ്ഞാൽ നൾ മെട്രിക്സ് 2 - 2 0, 3 - 3 0 അല്ലെ? എനിക്ക് എന്താ കിട്ടുക? 0. ഓക്കെ, ആൻഡ് ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. തൊട്ട് മുന്നേ പറഞ്ഞത് പോലെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. മെട്രിക്സ് അഡീഷനകത്ത് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഏതാണോ മെട്രിക്സ് അതിന്റെ നെഗറ്റീവ് മെട്രിക്സ്. ഓക്കെ, മെട്രിക്സ് അഡീഷനകത്ത് ഒരു മെട്രിക്സ് ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? ആ മെട്രിക്സിന്റെ നെഗറ്റീവ് -b. ഓക്കെ, സോ ദീസ് ആർ ദി 4 പ്രോപ്പർട്ടീസ് ദാറ്റ് വി ഹാവ് ടു ഡീൽ ഇൻ മെട്രിക്സ് അഡിഷൻ. ഒരിക്കൽ കൂടി പറയാം, രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കുക, രണ്ടിന്റെയും ഓർഡർ സെയിം ആയിരിക്കണം. നൗ എങ്ങനെ ആഡ് ചെയ്യേണ്ടത്? കറസ്പോണ്ടിങ് ടേംസ് എന്ത് ചെയ്യാം? ആഡ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് അവർ മെട്രിക്സ് അഡിഷൻ. യെസ്, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസ്. വളരെ വളരെയധികം ഇമ്പോർട്ടന്റ് ആട്ടോ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസ്. ഓക്കെ, ശ്രദ്ധിക്കാം. ഇപ്പൊ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ, യെസ്, രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് മൂന്നാമത് ഒരു മെട്രിക്സ് കിട്ടണം. ഓക്കെ, അതുപോലെ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? മൂന്നാമത് ഒരു മെട്രിക്സ് കിട്ടണം. ഓക്കെ, ആൻഡ് അഡീഷന്റെ കേസിനകത്ത് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്തായിരുന്നു? രണ്ട് മെട്രിക്സിന്റെയും ഓർഡർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മൂന്നാമത് ഒരു മെട്രിക്സ് കിട്ടുള്ളൂ അല്ലെ? ആൻഡ് ഹിയർ മൾട്ടിപ്ലിക്കേഷന്റെ കേസിനകത്ത് നമുക്ക് വെച്ചിരിക്കുന്ന കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, രണ്ട് മെട്രിക്സ് എ ആൻഡ് ബി. ഓക്കെ, രണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? മൂന്നാമതൊരു മെട്രിക്സ് കിട്ടണം. ഓക്കെ, എന്താ കണ്ടീഷൻ? ഈ മെട്രിക്സിന്റെ ഓർഡർ m/n ആണ് എങ്കിൽ ഈ മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി n/p. ഓക്കെ, എന്താ? ഇവിടെ ഫസ്റ്റ് എടുക്കുന്ന മെട്രിക്സും സെക്കൻഡ് എടുക്കുന്ന മെട്രിക്സ് അല്ലെ? ഫസ്റ്റ് മെട്രിക്സിന്റെ number of columns of A should be equal to number of columns of B. Sorry, number of rows of B. Okay, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കുക, രണ്ട് മെട്രിക്സ് എ ബി അല്ലെ? ഇതിന്റെ ഓർഡർ m/n ഉം ഇതിന്റെ ഓർഡർ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് സ്റ്റാർട്ട്സ് വിത്ത്, ഇതിന്റെ നമ്പർ ഓഫ് കോളംസ് n ആണ് എങ്കിൽ ഈ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് എന്തായിരിക്കണം? ഷുഡ് ബി n ക്രോസ് p. കേട്ടോ, അപ്പൊ ഇങ്ങനെ രണ്ട് മെട്രിക്സുകൾ നമുക്ക് തന്നു, m ക്രോസ് n, n ക്രോസ് p, സോറി m/n, n/p എന്ന് പറയുന്ന രണ്ട് മെട്രിക്സ് എനിക്ക് തന്നു, ഓർഡറുള്ള മെട്രിക്സ് ആണ്. ഓക്കെ, ഇതിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? മൂന്നാമതൊരു മെട്രിക്സ് കിട്ടും, സി അല്ലെ? ഈ സി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? ശ്രദ്ധിക്കുക, ഈ n രണ്ട് ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി ആരാണ്ടാവുക? എന്താ, ഈ രണ്ട് n ഞാൻ ഒഴിവാക്കി ബാക്കി ആരാണ്ടാവുക? m/p അല്ലെ? സോ മൈ ഓർഡർ വിൽ ബി m/p. ക്ലിയർ? ശ്രദ്ധിക്കുക, രണ്ട് മെട്രിക്സുകൾ ഓഫ് ഓർഡർ എനി ഓർഡർ. ഓക്കെ, അത്
മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒബേ ചെയ്യണമെങ്കിൽ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? യെസ്, നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ് അല്ലെ? നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ്. യെസ്, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ അല്ലെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? M/P. ഓക്കെ, സോ ദാറ്റ് വാസ് അവർ കണ്ടീഷൻ ഫോർ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഇനി എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കട്ടാ. യെസ്, നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ചെയ്യാം. ഐ എം ടേക്കിംഗ് എ മെട്രിക്സ് 2 1 3 1 0 1 2 1 minus 1 1 0 1. ഓക്കെ, ഈ ഒരു മെട്രിക്സിന്റെ ഓർഡർ എത്ര വരുന്നത്? യെസ്, നമ്പർ ഓഫ് റോസ് ഈസ് 2, നമ്പർ ഓഫ് കോളംസ് ഈസ് 3 അല്ലെ? ദാറ്റ് ഈസ് 2/3. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, എനിക്ക് 2/3 എന്ന് പറയുന്ന മെട്രിക്സ് ആണ് എന്ത്? എന്റെ എ അല്ലെ? പിന്നെ ഇതിന് മൾട്ടിപ്ലൈ ചെയ്യേണ്ട മെട്രിക്സ് വിത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്ന മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് ഷുഡ് ബി എന്തായിരിക്കണം? 3 ആയിരിക്കണം അല്ലെ? ഇഫ് ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് എ 3/3 മെട്രിക്സ്, 3/2 മെട്രിക്സ് ആണ് എടുക്കുന്നത് വിചാരിക്കാം കേട്ടോ. 3/2 മെട്രിക്സ് ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ എന്തായിരുന്നു 3/2 മെട്രിക്സ്? എങ്ങനെ എഴുതാം നമ്മൾ 3/2 മെട്രിക്സ്? 3 റോസും 2 കോളംസും അല്ലെ? 1 1 0 സോറി 3 റോസ് 2 കോളം -1 0 2 1. Okay, so this is my matrix of order 3 cross 3/2. Okay, ശ്രദ്ധിക്കുക, ഇവിടെ നമ്പർ ഓഫ് കോളംസ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദിസ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ്. ഓക്കെ അല്ലെ? M/N ഉം N/P യുമാണ് എങ്കിൽ റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? M/P അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിന്റെ ഓർഡർ എന്താ വരും? ഈ രണ്ട് മെട്രിക്സ് A into B ചെയ്യുമ്പോൾ എനിക്ക് C എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടും അല്ലെ? ആ C എന്ന് പറയുന്ന മെട്രിക്സിന് ഓർഡർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 2/2 അല്ലെ? ഓക്കെ, 2/3 ആണ് എന്റെ A, 3/2 ആണ് എന്റെ B. ഇത് രണ്ടും മുഴുവൻ എനിക്ക് എന്ത് കിട്ടും? 2/2. And you know 2/2 matrix will look like A11, A12, A13, sorry, A21, A22. This is a general representation of a 2/2 matrix. Okay. പിന്നെ എങ്ങനെയാണ് ഈ 2/2 മെട്രിക്സ് കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. AB രണ്ട് മെട്രിക്സ് A into B ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പൊ A into B ചെയ്യുമ്പോൾ A11 എന്ന് പറയുന്ന ആളെ കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക, ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളം കൊടുക്കുക. ഓക്കെ, A11 എന്ന് പറയുന്ന ആളെ കിട്ടാൻ ചെയ്യണം, ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളം കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര ഉള്ളൂ, എന്താ? കറസ്പോണ്ടിങ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ റോയിലെയും ഈ കോളത്തിലെയും കറസ്പോണ്ടിങ് ടേംസ് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിന്റെ സമം കണ്ടുപിടിക്കും. ഓക്കെ, ശ്രദ്ധിക്കാം, ഇവിടെ ഫസ്റ്റ് ടേം വരുന്നത് 2 ആണ്, ഈ കോളത്തിലെ ഫസ്റ്റ് ടേം വരുന്നത് 1 ആണ്. സോ 2 into 1 will become 2. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്, ഇവിടെ ഇവിടെ സെക്കൻഡ് ടേം 1 ആണ് അല്ലെ? ഇവിടെ സെക്കൻഡ് ടേം ഈസ് -1. Okay, so what will be my answer? 1 into -1 will become -1. Now here it is -1, here it is 2, -1 into 2 will become -2. ഇനി എന്ത് ചെയ്യണം? ഇത് നമ്മൾ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചിട്ടുള്ളൂ അല്ലെ? ഞാൻ ഇവിടെ എഴുതാം, 2 into 1 is 2, 1 into -1 is -1, -1 into 2 is -2. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇതെല്ലാം ആഡ് ചെയ്യണം. മനസ്സിലായോ? 2 plus -1 is -1 plus -2 is -2. എത്ര വരും? 2 - 2 0, that will be -1. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? യെസ്, അടുത്ത ആളാണ് A12 അല്ലെ? അപ്പൊ A12 എടുക്കണമെങ്കിൽ ശ്രദ്ധിക്കുക, A12 എടുക്കണമെങ്കിൽ ശ്രദ്ധിക്കുക, A12 എന്ന് പറയുന്ന എലമെന്റിനെയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഫസ്റ്റ് മെട്രിക്സ് അല്ലെ? A ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോ എടുക്കുക, ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോ. ദെൻ സെക്കൻഡ് മെട്രിക്സിന് എന്ത് എടുക്കുക? സെക്കൻഡ് കോളം. ഓക്കെ, ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോ, രണ്ടാമത്തെ മെട്രിക്സിന്റെ എവിടെ എടുക്കുക? സെക്കൻഡ് കോളം എടുക്കുക. ഇനി എന്ത് ചെയ്യുക? സെയിം പ്രൊസീജിയർ, കറസ്പോണ്ടിങ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക.
2 into 1 എന്ന് പറയുന്നത് 2 ആണ് അല്ലെ. 1 into 0 എന്ന് പറയുന്നത് എന്താ 0. ഓക്കെ. -1 into 1 എന്ന് പറയുന്നത് -1. സോ പ്ലസ് എന്ന് പറയുന്നത് -1 അല്ലെ. സോ 2 plus 0 2, 2 minus 1 is 1. Okay. Now here 2 1 A21 കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? A21 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യെസ്, ഫസ്റ്റ് മെട്രിക്സിന്റെ സെക്കൻഡ് റോ, യെസ് രണ്ടാമത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം. ഈ ഒരു ഓറിയന്റേഷൻ നോക്കിയാൽ മതി. 2 1 മീൻസ് ഫസ്റ്റ് മെട്രിക്സിന്റെ സെക്കൻഡ് റോ എടുക്കുക, സെക്കൻഡ് മെട്രിക്സ് അല്ലെ രണ്ടാമത്തെ മെട്രിക്സ് ബിയുടെ കോളം എടുക്കുക. ഓക്കെ. കറസ്പോണ്ടിങ് ടേംസ് ആഡ് ചെയ്ത് പ്ലസ് ചെയ്യുമ്പോൾ വരും 1 into 1 1, 0 into -1 0, 1 into 2 2, 1 plus 0 plus 2 will become 3. Okay. And finally A22 എങ്ങനെ കണ്ടുപിടിക്കും? യെസ്, ഫസ്റ്റ് മെട്രിക്സിന്റെ രണ്ടാമത്തെ റോ, സെക്കൻഡ് മെട്രിക്സിന്റെ രണ്ടാമത്തെ കോളം. സോ ദിസ് ആൻഡ് ദിസ് അല്ലെ. ഇതിലെയും എലമെന്റുകൾ കറസ്പോണ്ടിങ് എലമെന്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. 1 into 1 that will give us 1. 0 into 0 that will give us 0. 1 into 1 again that will give us 1. അപ്പോൾ മൂന്നിന്റെ സംബന്ധം വരിക 2. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യെസ്, ഒരു രണ്ട് മെട്രിക്സുകളുടെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ. ഓൺലി കണ്ടീഷൻ ഈസ് ഇഫ് യു ആർ ഗിവൺ ടു മെട്രിക്സസ് എ ബി, രണ്ടിന്റെയും മൾട്ടിപ്ലിക്കേഷൻ കൺഫോമബിൾ ആവുകയും എന്താ കണ്ടീഷൻ? യെസ്, നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ്. ഓക്കെ. m by n ഉം n by p ആയിരിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ പുതിയ മെട്രിക്സിന്റെ ഓർഡർ വിൽ ബി m by p. ഓക്കെ. ശ്രദ്ധിക്കുക, നമ്മൾ എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതെന്നുള്ളതിന്റെ ചെറിയൊരു ഡാറ്റ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടീസ് ആണ്. തൊട്ടു മുന്നേ നമ്മൾ അഡീഷന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞതുപോലെ തന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടീസ്. ശ്രദ്ധിക്കുക, ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് AB into C is equal to A into BC. AB into C is equal to A into BC. അതായത് രണ്ട് മെട്രിക്സുകൾ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, പുതിയൊരു മെട്രിക്സ് കിട്ടി. അതിന്റെ കൂടെ C എന്ന് പറയുന്ന മെട്രിക്സ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ എന്താ ചെയ്യുന്നത്? രണ്ട് മെട്രിക്സ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, BC പുതിയൊരു മെട്രിക്സ് കിട്ടി. അതിന്റെ കൂടെ എന്ത് ചെയ്തു? വേറൊരു മെട്രിക്സ് A എന്ന് പറയുന്ന ആളെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ. രണ്ട് കേസിലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? സെയിം ആണ്. ആൻഡ് ദിസ് റിസൾട്ട് ഈസ് നോൺ ആസ് അസോസിയേറ്റീവ് ലോ. ഓക്കെ. കമ്മ്യൂട്ടേറ്റീവ് ലോ വി കാൺ സേ എല്ലാ കേസിലും യെസ് സെയിം ആണ് എന്ന് നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനകത്ത് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് പ്രോപ്പർട്ടീസിൽ നിന്ന് എന്ത് ഒഴിവാക്കിയത്? യെസ്, കമ്മ്യൂട്ടേറ്റീവ്. അതായത് നമ്മൾ എപ്പോൾ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ ഫസ്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ലോ എഴുതുക അല്ലെ. കമ്മ്യൂട്ടേറ്റീവ് ലോ ഒബേ ചെയ്യാത്ത കേസുകളാണ് മോസ്റ്റ് ഓഫ് ദി കേസസ് കേട്ടോ. ഒബേ ചെയ്യുന്നത് വളരെ റെയർ ആയിട്ടുള്ള കേസാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ. ചാപ്റ്റർ ടുവേർഡ്സ് ദി എൻഡ് വിൽ ഡിസ്കസ് ദാറ്റ്. ഓക്കെ. നൗ സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ്, ശ്രദ്ധിക്കുക, A into B plus C. രണ്ട് മെട്രിക്സ് ഞാൻ ആഡ് ചെയ്യുന്നു. I will get a new matrix. ഓക്കെ. അതിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ. സെയിം റിസൾട്ട് ആയിരിക്കും എന്ത് കിട്ടുക? A into B plus A into C ചെയ്യും കേട്ടോ. ആൻഡ് ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഇങ്ങനെയാണ് ലോ എന്ന് പറയാൻ പ്രോപ്പർട്ടി. ഓക്കെ. നൗ തേർഡ് വൺ ശ്രദ്ധിക്കുക. ഫോർ എവറി സ്ക്വയർ മെട്രിക്സ് കേട്ടോ. ഫോർ എവറി, ശ്രദ്ധിക്കുക, എന്താണ് സ്ക്വയർ മെട്രിക്സ്. ഓക്കെ. ഫോർ എവറി സ്ക്വയർ മെട്രിക്സ് ദർ ഈസ് അനദർ മെട്രിക്സ്. അത് പേര് ഞാൻ പറയുന്നില്ല. സച്ച് ദാറ്റ് അതിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഐ വിൽ ഗെറ്റ് ദി സെയിം മെട്രിക്സ്. ഏതായിരിക്കും മെട്രിക്സ്? ഒരു നമ്പർ. ഓക്കെ. അപ്പൊ ആ നമ്പറിന്റെ കൂടെ ഒരു സംഖ്യ ഞാൻ ഗുണിക്കുന്നു.
മൾട്ടിപ്ലൈ ചെയ്ത് സച്ച് ദാറ്റ് എനിക്ക് ആ നമ്പർ തന്നെ കിട്ടണം. ഫോർ എക്സാമ്പിൾ 10 അല്ലെ, 10ന്റെ കൂടെ യെസ് ആ നമ്പർ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 10 കിട്ടണമെങ്കിൽ ദാറ്റ് നമ്പർ ഷുഡ് ബി 1 അല്ലേ. 5 ഒക്കെ എടുക്കാം, 1/10 ഒക്കെ എടുക്കാം, അത് വേറെ വിഷയം. എന്നാലും ജനറലി നമ്മൾ സ്പീക്ക് ചെയ്യുമ്പോൾ 10 into 1 is 10 അല്ലെ. സോ 1 മീൻസ് ഐഡന്റിറ്റി അല്ലെ. ഇപ്പൊ മെട്രിക്സിന്റെ കേസിനകത്ത് ഒരു മെട്രിക്സ് എ ഞാൻ എടുത്തു അല്ലെ, അതിന്റെ കൂടെ ഐഡന്റിറ്റി മെട്രിക്സ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുക, യെസ് എ എന്ന് പറയുന്ന മെട്രിക്സിനെ കിട്ടുക. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദി ഇൻവേഴ്സ് ആൻഡ് ദിസ് states the existence of multiplicative identity. ഓക്കെ, ഇതുപോലെ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവും കേട്ടോ, അത് നമ്മൾ പഠിക്കും. ഓക്കെ, സെക്ഷൻ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റിലേക്ക് നമ്മൾ പഠിക്കും. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷനകത്ത് പറയാനുള്ളത്. ദാറ്റ് ഈസ് മെട്രിക്സ് അഡിഷൻ. മെട്രിക്സ് അഡിഷന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. ഏറ്റവും ബേസിക് ആയിട്ട് റൂൾ എന്താ, രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യാൻ രണ്ടിന്റെയും ഓർഡർ സെയിം ആയിരിക്കണം. യെസ്, ഓർഡർ സെയിം ആണെങ്കിൽ നമുക്ക് മെട്രിക്സുകൾ ആഡ് ചെയ്യാം അല്ലെ. എന്താ കൺസെപ്റ്റ്, കറസ്പോണ്ടിങ് ടേംസ് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്യാം. യെസ്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ കഥ ഞാൻ പറഞ്ഞു. യെസ്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ. എപ്പോഴൊക്കെ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുക, m/n ഉം n/p. ദാറ്റ് ഈസ് ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് ഷുഡ് ബി ഈക്വൽ ടു സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പുതിയ മെട്രിക്സിന്റെ ഓർഡർ നമുക്ക് സ്ട്രെയിറ്റ് അവേ ഓർഡർ നോക്കിയിട്ട് പറയാം. ഓക്കെ, ആൻഡ് ഓരോ മെട്രിക്സിന്റെയും രണ്ട് മെട്രിക്സിന്റെയും മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യുന്നത് നമ്മൾ ചെറിയ എക്സാമ്പിൾ ചെയ്തു. ഓക്കെ, സോ വി വിൽ മൂവ് ടു എക്സസൈസ് 3.2. ഓക്കെ, 3.2 ഇത്രയും നമ്മൾ പഠിച്ച പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. യെസ്.